الحمد لله الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم علموا أولادكم ثلاثة خصال محبة نبيكم ومحبة أهل بيتي وقراءة القرآن صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم സമാദരണീയനും ബഹുമാന്യനുമായ ഈ പുണ്യമായ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എൻ്റെ ബഹുമാന്യ ഗുരുനാഥനും ഉമ്മുൽ മുദാരിസ് ബാഖിയാത്തുസ് സാലിഹാത്ത് അറബി കോളേജ് വേലൂരിൻ്റെ ദീർഘകാല മുദരിസും ഇപ്പോൾ ജാമിയ സ്വലാഹിയ കടുവയിൽ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളും ബഹുമാന്യ പണ്ഡിതനുമായ പ്രിയപ്പെട്ട സയ്യിദ് മുസ്തഫ ഹസ്രത്ത് അവറുകൾ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാഡമിയുടെ സെക്രട്ടറി ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായി ഇന്നും ഞങ്ങൾക്ക് പ്രചോദനമേകുന്നു ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പാൾ ബഹുമാന്യനായ ഖലീൽ അഹമ്മദ് ബാഖവി, ആദരണീയനും ബഹുമാന്യനുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ടെൽക്കോൺ ഗ്രൂപ്പിൻ്റെ MD ബഹുമാന്യ സഹോദരൻ ജനാബ് കബീർ സാഹിബ് പന്നിത്തടം, നാം ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു സഹകാരിയും ഖത്തർ ഫോക്കലാൻഡ് ഗ്രൂപ്പിൻ്റെ MDയുമായ ബഹുമാന്യനായ ഇബ്രാഹിം ഹാജി പാവറട്ടി, ആദരണീയനും ബഹുമാന്യനുമായ അബ്ദുറഹ്മാൻ സാഹിബ് വല്ലപ്പുഴ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ വളരെയേറെ വിശിഷ്ടമാക്കിയ ബഹുമാന്യ പണ്ഡിത നിസ്വാർത്ഥ സേവന മുദ്ര പ്രിയപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദ് അവറുകൾ, ബഹുമാന്യരായ മൗലവിയറുകൾ, ആദരണീയരും ബഹുമാന്യരുമായ എൻ്റെ പ്രിയ സുഹൃത്ത് ശാരദ KMCC തൃശ്ശൂർ ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ ചക്കനാത്ത് ഖാദർ സാഹിബ്, കബീർ ബാക്കവി വോയിസ് ഓഫ് കബീർ ബാക്കവി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുന്നതിലും ഭാഗഭാക്കായി
വളരെ സന്തോഷത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്തേക്കെത്തിയ എൻ്റെ പ്രിയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലെ പേരറിയാത്ത, നാടറിയാത്ത, നാളറിയാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരുടെയും പരിശ്രമങ്ങളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഖിദ്മത്തുകളെയും അല്ലാഹു, എല്ലാ സേവനങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സേവനങ്ങളും സ്വീകരിക്കപ്പെടുവാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത തഖ്വയാണ്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു ആ ശ്രേഷ്ഠമായ പദവി ഈ വിശുദ്ധമായ റമളാനിലൂടെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്കെല്ലാത്തിൻ്റെയും അടിസ്ഥാന പദവിയായ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ് റമളാനിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഞാൻ നൽകിയത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആ സന്ദേശം സ്വീകരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അബ്ദുള്ള ഹിഫ്ളുൽ ഖുർആൻ അബ്ദുള്ള എഡ്യൂക്കേഷണൽ അക്കാഡമി അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അതിൻ്റെ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ഹ്രസ്വമായ ഒരു ഇഫ്താർ വിരുന്ന് എന്നതിനപ്പുറം വോയിസ് ഓഫ് കബീർ ബാക്കവി എന്ന പേരിൽ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ അവിചാരിതമായി തുടങ്ങിയ സുഹൃത്ത് മഹബൂബ് പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തുടങ്ങിയ ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ്, അത് പിന്നീട് വളരെ വൈപുല്യമായി ഇന്ന് 58 ഗ്രൂപ്പുകളിലായി 12,000-ഓളം അംഗങ്ങളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിൽ ഒന്നായി അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ നാട്യങ്ങളോ നടനങ്ങളോ അല്ല, ദീനീ പ്രഭാഷണങ്ങൾ കൈമാറുകയും പരസ്പരം അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന പേരിൽ ബന്ധം ചേർക്കുകയും ആ ബന്ധങ്ങളിലൂടെ മുസ്ലിമീങ്ങളായി നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യപ്പെടുന്ന ബന്ധങ്ങളായി അള്ളാഹു സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നാം ചെയ്യുന്ന ഒരു എളിയ പരിശ്രമമാണ്. വേറെ യാതൊരുവിധ മേൽവിലാസവും അതിൻ്റെ ഉള്ളിലില്ല. അൽഹംദുലില്ലാഹ്, ആ ഒരു പരിശ്രമത്തിൻ്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ മുഴുവനും എത്തിച്ചേർന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചെറിയ ഒരു ഇഫ്താർ വിരുന്നു കൂടിയാണ് ഇവിടെ നടക്കുന്നത്. സമയം വളരെയേറെ പരിമിതമായതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ ബഹുമാനനായ ഫോക്ലാൻഡ് ഗ്രൂപ്പിൻ്റെ MD ബഹുമാനനായ ഇബ്രാഹിം ഹാജി നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ നിശബ്ദമായി, ഇതൊരു പ്രസംഗത്തിന് പറ്റിയ സമയമൊന്നുമല്ല, എങ്കിലും വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം. നമ്മൾ ഇബ്രാഹിം ഹാജി വരാൻ വേണ്ടി വൈകിയതാണ്. നമ്മുടെ ഈ ഹിഫ്ളുൽ ഖുർആനിലെ നേരത്തെ സെക്രട്ടറി PT അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ ഖുർആൻ ഹാഫിളാവുക എന്നത് മാത്രമല്ല, ഇവിടെ വരുന്ന കുട്ടികളുടെ സർഗഭാവനകളെയും അവിടെ സർഗാത്മക വാസനകളെയും എത്രമാതിരി പരിപോഷിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിൽ പരിപോഷിപ്പിച്ചെടുത്ത് ഈ ഹാഫിളീങ്ങളെ സമൂഹത്തിൽ പ്രബോധനത്തുതകുന്ന ഒരു ബഹുമുഖ വ്യക്തിത്വമാക്കി മാറ്റുക എന്നതിൻ്റെ ആദ്യ പടിയിൽ 2 വർഷം ഒരു വിത്ത് നട്ടിട്ട് 2 വർഷം മാത്രമായ ഒന്നാണിത്. അത് മുളയ്ക്കാൻ ഏതാണ്ട് 10 വർഷം കാലമെടുക്കും. അതിൻ്റെ മുള പൊട്ടിയിട്ടേ ഉള്ളൂ. ആ കുരുന്നു മുളകളിൽ നിന്ന് പൊട്ടി വന്ന സർഗവാസനകളാണ് കഴിഞ്ഞ 2 മണിക്കൂറുകളിലായി ഖിറാഅത്തായി, ബുർദ പാരായണമായി, ഗാനങ്ങളായി അവർ അവതരിപ്പിച്ചത്. അതെല്ലാം അവരവരുടെ സ്വയം കണ്ടെത്തിയതാണ്. അവർക്കൊരു ഗുരുവോ ശിഷ്യനോ ഒന്നുമില്ല. അവർ തന്നെ കണ്ടെത്തിയ, അവർ തന്നെ പരിചയിച്ചെടുത്ത ഒന്നാണ്. അവർക്ക് വേറെ ഉസ്താദന്മാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണുള്ളത്. ആ കൊച്ചു കുരുന്നുകൾ 13 വയസ്സ് പ്രായമായ കുട്ടികളെയാണ് നമ്മളിവിടെ എടുക്കുക. ആ കുട്ടികൾ അവരുടെ ഭാവനയിൽ തെളിഞ്ഞു വന്ന, അവരുടെ കൈവിരലുകൾ കൊണ്ടവർ എഴുതി ചേർത്ത ചെറിയ ലേഖനങ്ങൾ, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ, കവിതകൾ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു കുട്ടികളുടെ കൈപ്പുസ്തകം ഇവിടെ വെച്ച് നാം പ്രകാശനം ചെയ്യുകയാണ്. അതിൻ്റെ പേര് ദ ലൈറ്റ് എന്നാണ്. പ്രകാശം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. മാനുഷിക ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളുടെ വഴിപാതകളിൽ
പരിവർത്തനത്തിന് ഹേതുവാകുന്ന വഴിവിളക്കുകളുടെ അടയാളങ്ങളാണ് അക്ഷരങ്ങളുടെ കൂട്ടക്കലകൾ എന്ന് പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളുടെ കൂട്ടക്കലകൾ പരിവർത്തനത്തിൻ്റെ പാതയിൽ ഒരു വഴിയടയാളങ്ങളായി മാറാൻ കഴിയട്ടെ എന്ന ദുആയോടുകൂടി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അഭ്യുദയാകാംക്ഷികൾ എന്നതിലുപരി എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ, ബഹുമാന്യനായ നമുക്കെല്ലാവർക്കും എപ്പോഴും സുപരിചിതനായ, എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും സഹകരിക്കുന്ന ബഹുമാന്യനായ ഇബ്രാഹിം ഹാജി ഫോക്ലാൻഡ് ഗ്രൂപ്പിൻ്റെ MD ആണ് അദ്ദേഹം, ഖത്തറിൽ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് UAE മുഴുവനും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ടെൽക്കോൺ ഗ്രൂപ്പിൻ്റെ MD ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പന്നിത്തടം കബീർ സാഹിബിന് നൽകിയതിൻ്റെ പ്രകാശകർമ്മം നിർവഹിക്കും. 2 പേരെയും ആ മാന്യദേഹങ്ങളെ പ്രകാശനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഇബ്രാഹിം ഹാജിയെയും ഏറ്റുവാങ്ങാൻ ബഹുമാന്യനായ കബീർ സാഹിബ് പന്നിത്തടത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അബ്ദുള്ള എഡ്യൂക്കേഷണൽ അക്കാദമി ഹിഫ്ലുൽ ഖുർആൻ കോളേജിലെ കുരുന്നു മനസ്സുകളുടെ സർഗവാസനയിൽ ഉദയം കൊണ്ട ദി ലൈറ്റ് മാഗസിൻ ഫോക്ലാൻഡ് ഗ്രൂപ്പ് MD ജനാബ് ഇബ്രാഹിം സാഹിബ് ജനാബ് കബീർ പന്നിത്തടം സാഹിബിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് ഈ കുട്ടികളുടെ ചെറിയ സർഗവാസനകൾ അവർ തന്നെ അവരുടെ കൈകൊണ്ട് വരച്ച, ഇതിൻ്റെ ഓഫീസിൽ ലഭ്യമാകുന്നത് കൈയെടുത്ത് പ്രതിയാണ്, അച്ചടി പ്രതിയല്ല, വിൽക്കാനുള്ളതല്ല. ഓഫീസിൽ ഇതൊക്കെ അവരുടെ കൈകൾ കൊണ്ട് മാത്രം അവർ വരച്ചുണ്ടാക്കിയ കുഞ്ഞു കുരുന്നുകളുടെ ഒരു കാഴ്ചയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇതിൻ്റെ കവറൊക്കെ അവർ തന്നെ എണ്ണച്ചായങ്ങൾ കൊണ്ട് മെല്ലെ പണ്ട് 4 വയസ്സിൽ ചുമരിൽ എഴുതി പഠിച്ച എണ്ണച്ചായ ചിത്രങ്ങൾ അവർ തന്നെ രൂപാന്തരപ്പെടുത്തിയ അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചായക്കൂട്ടുകളാണിതൊക്കെ. അള്ളാഹുവിനെ നല്ല പ്രതിഭകളാക്കി അള്ളാഹു വളർത്തിക്കൊണ്ട് വരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെയാണ് ഏതാണ്ട് സ്കൂളിൽ 6ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ, 13 വയസ്സുള്ള കുട്ടികളുടെ കലാസൃഷ്ടിയാണ്. ഇവർ അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് എഴുതിയതാണ്. ഞാൻ ഓർക്കുന്നത്, ഈ അടുത്ത സമയത്ത് ഞാൻ റമദാനിലായിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായൊരു വിദ്യാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനെ പിടിച്ചു. ആ കഞ്ചാവ് വിൽപ്പനക്കാരനെ കുട്ടികളെ കൂട്ടമായി സ്കൂളിലോട്ട് പോകുന്ന ഹൈസ്കൂൾ പരിസരമല്ല, UP സ്കൂൾ പരിസരത്തിൽ നിന്ന് 7ാം ക്ലാസ് വരെ മാത്രമുള്ള UP സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് അപ്രതീക്ഷിതമായി കൊണ്ടുപോയി ചോദ്യം ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യവേ പ്രതിയുടെ കയ്യിലിരുന്ന മൊബൈൽ 9 മണിയും 10 മണിക്കുമിടയിൽ വല്ലാതെ ബിസിയായി അത് റിംഗ് ടോൺ അടിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ധാരാളം കോളുകൾ തുടരെ വന്നപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു. ഞാനിതിൽ കഥ പറയുകയല്ല, മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം വിവരിക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്, അതിൻ്റെ മറുഭാഗത്തൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ചോദിച്ചു അത്രേ, ബോസ് എപ്പോഴാണ് സാധനം കൊണ്ടുവരിക, ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കേണ്ടത്? അയാളുടെ ശബ്ദത്തിൽ പോലീസ് സംസാരിച്ചു, പറഞ്ഞു ഇന്ന് സാധനം കൊണ്ടുവന്നിട്ടില്ല, ഇന്നില്ല. അവസാനം ആ കുട്ടി കരയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നത് പോലെ ഫോണിൽ കിടന്ന് തലതല്ലി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച പെൺകുട്ടി. അന്വേഷിച്ചു ചെന്നപ്പോൾ അത് ആരെന്നറിയുമോ? നാട്ടിലെ വേശ്യയുടെ കഥയൊന്നുമല്ല. ആ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമാന്യ വിദ്യാഭ്യാസ പുരോഗതിയുള്ള സാമ്പത്തിക നിലവാരമുള്ള ഒരു പെൺകുട്ടിയാണ്. 9 മണിയാകുമ്പോൾ സ്ഥിരമായി തന്റെ കയ്യിലെത്തുന്ന ലഹരിയുടെ പൊതി കിട്ടാതെ വന്നപ്പോൾ അതിന്റെ വിതരണക്കാരനെ പോലീസ് പിടിച്ചപ്പോൾ മാനസിക വിഭ്രാന്തിയിൽ പൊട്ടിക്കരഞ്ഞത് എന്ന് പറയുമ്പോൾ, ഇതിന്റെ തൊട്ടടുത്ത് തൃശ്ശൂർ കഴിഞ്ഞ എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയിൽ നാക്കിൽ ഒട്ടിക്കുന്ന ഏറ്റവും പുതിയൊരു ലഹരി മരുന്നുണ്ട്. ഇപ്പോൾ അതിന് സ്റ്റാമ്പ് എന്നാണ് പറയുക. പേരറിയില്ലെങ്കിൽ പഠിച്ചോളെ, സ്റ്റാമ്പ് എന്നാണ് പറയുക. സ്റ്റാമ്പ് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു സ്റ്റാമ്പ് എന്നറിയുമോ നിങ്ങൾക്ക്? എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന പ്രവർത്തകർ ഇന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. ആ കുട്ടികൾ പൊതുവെ മാന്യന്മാരാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് വഴി കയറാൻ പോലെ സൈറ്റ് ഇന്ത്യ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്ത, നെറ്റ് വഴി അത് ഓർഡർ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ ഗവൺമെന്റിന് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഔദ്യോഗികമായി. ആ ബ്ലോക്കിനെ മറികടന്ന് സ്വന്തമായി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കാലിഫോർണിയയിൽ നിന്നും കരീബിയയിൽ നിന്നും ആ ലഹരി മരുന്നുകൾ നെറ്റ് വഴി ഇവിടെ ഇറക്കുമതി ചെയ്ത് ആ ഇറക്കുമതി ലോകത്തുള്ള മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തത്. അവസാനം പതിയെ പിടിച്ചപ്പോൾ അവർ ആ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളല്ല, ആ നാട്ടിലെ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നല്ല മാന്യന്മാരായി നടക്കുന്ന കുട്ടികളെ, 16, 17, 18 വയസ്സുള്ള കുട്ടികളാണ് സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ടാക്കി കാലിഫോർണിയയിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ബ്ലോക്ക് പോലും മറികടക്കാൻ കഴിയുന്ന ബുദ്ധികൂർമ്മന്മാരായി ഈ കുട്ടികൾ മാറി എന്നറിയുമ്പോൾ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ കൊച്ചു കുരുന്നുകൾ വന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി ഒരു സനദം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്തിനാണ് ഈ പാഠശാലകൾ എന്ന് കരുതുന്നവരുണ്ടാവാം. ഇത് കുറെ ബാക്കവിമാർക്കും വൈദ്യമാർക്കും ഒക്കെ സ്ഥാപനങ്ങൾ നടക്കുന്നത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് കരുതുന്നവരുണ്ടാവാം. അവരോടാണ് ഞാൻ പറയുന്നത്, ഈ കൊച്ചു കുരുന്നുകളെ വളം വെക്കേണ്ട സമയത്ത് വളം വെച്ചെടുക്കേണ്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ, എല്ലാ കുട്ടികളെയും ഒരു ഉമ്മ പ്രസവിക്കുന്നത് ശുദ്ധമായ പകതത്തോടു കൂടിയാണ്. പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ ഇല്ലാതെ അള്ളാഹുവിനെ അറിയുവാൻ കഴിയുന്ന ഒരു ശുദ്ധമായ പകതത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞിനെ വെളിയിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി, അവന്റെ മാതാപിതാക്കളാണ് ആ കുട്ടി യഹൂദിയാവണോ, അവൻ നസ്രാനിയാവണോ, അവൻ മജൂസിയാവണോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അവരേതു വഴിയിലൂടെ ആ മകനെ വളർത്തിക്കൊണ്ടുവരുന്നുവോ ആ വളർത്തിക്കൊണ്ടുവരുന്ന മടിയാണ് ഒരു മകൻ നടന്നു പോകുന്ന വഴിയെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഞ്ഞും ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ശുദ്ധ പ്രകൃതത്തോടുകൂടി അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയുന്ന ഹൃദയത്തോടെയാണ് ഒരു കുഞ്ഞു പിറന്നു വീഴുന്നത്. പിന്നെ ആ കുഞ്ഞാരാകണമെന്ന് തീരുമാനിക്കേണ്ടത് വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി, അവനെ പിന്നെ ഏത് വഴിയിലേക്ക് തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അത് മാതാപിതാക്കളാണ്. ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കുഞ്ഞു കുരുന്നുകളാണ്. ഉമ്മയുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന കുഞ്ഞു കുരുന്നുകളാണ്. കാരണം ഒരു കുരുന്ന് അള്ളാഹുവിനെ ഏറ്റവും മനസ്സിലാക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു നമ്മുടെ കയ്യിൽ കിട്ടുക. അവൻ ബുദ്ധിയില്ലാത്തവനല്ല, അവൻ വിവേകമില്ലാത്തവനല്ല, അവൻ തിരിച്ചറിവില്ലാത്തവനല്ല. ആ സമയത്തൊരു കുഞ്ഞിന്റെ പ്രകൃതം അള്ളാഹുവിലേക്ക് മാത്രമാണ്. അവൻ അള്ളാഹനെ തിരിച്ചറിയുന്ന സമയമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം കുഞ്ഞുമക്കളാണ്. കാരണം നരകത്തിന്റെ അടയാളമായ അഗ്നി തൊടാത്ത ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞുമക്കളാണ്. സഹോദരിമാരൊന്ന് ചിന്തിച്ചു നോക്കുക, നരകത്തിന് അടയാളമായ അഗ്നി സ്പർശിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് അത് കുഞ്ഞുങ്ങളാണ്. ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. നാം ആണെങ്കിലോ മുതിർന്നു കഴിഞ്ഞാൽ നരകത്തിന് അടയാളമായ അഗ്നിയുടെ സ്പർശനമുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. നരകത്തിന്റെ ചാഞ്ചല്യമുള്ള അതിൻ്റെ ചായയുള്ള ഒരു ഭക്ഷണം പോലും മക്കളുടെ വയറ്റിൽ പോകുന്നില്ല. എന്നാൽ അവർ കാച്ചിയ പാലാണ് കുടിക്കുന്നത്. ശാസ്ത്രം പറയുന്നുണ്ട് മുലപ്പാല് കാച്ചിയ പാലാണ്, മുലപ്പാലിന് ചെറിയ ചൂടുമുണ്ട്, എന്നാൽ അതിന് അഗ്നി തൊട്ടിട്ടുമില്ല. ഇത്രയേറെ ശുദ്ധ പ്രകൃതത്തോടെയാണ് അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിലേക്ക് തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹയോടാണ് അവർക്ക് അടുപ്പം കൂടുതൽ. നമ്മുടെ കയ്യിൽ മക്കളെ കിട്ടുമ്പോൾ ആ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പാരോടാ? ഉമ്മയോട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നരകത്തിന്റെ ചായയുള്ള അഗ്നി തൊടാത്ത ഭക്ഷണമാണ് അവർ കഴിക്കുക, മുലപ്പാൽ. എന്നാലതോ കാച്ചിയ പാലാണ്. കുട്ടി അതിന്റെ പ്രകൃതത്തിലെത്തുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രകൃതവും അവനില്ല. അവൻ ഏറ്റവും ഇഷ്ടാരോടാണ്? അള്ളാനെ സ്വീകരിക്കാൻ പറ്റുന്ന പ്രകൃതത്തിലാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കൾ ആരാവണമെന്ന്. മാതാപിതാക്കളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ മക്കളെ 5 രീതിയിൽ പരിചയപ്പെടുത്തിയത്. പറയാനുള്ള സമയം എനിക്കുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയാം. നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല അവർക്ക് ഏറ്റവും നല്ല അടുപ്പാരോടാണ്? എന്താ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടി ഇവിടെ ഇപ്പോൾ വന്ന് കയറി. ഒരു കുട്ടി അവിടെ നിന്ന് വഴി തെറ്റി, ഒരു ഉദാഹരണം, അവിടെ നിന്നൊരു വഴി തെറ്റി ഇവിടെ വന്ന് കൂറി. അപരിചിതരെ കണ്ടപ്പോൾ ആ കുട്ടി കരഞ്ഞു, വേവലാതിപ്പെട്ട് കരയും കൊച്ചുകുട്ടി. ആ കുട്ടി കരയുമ്പോൾ പെട്ടെന്നവന്റെ ഉപ്പ ഓടി വന്ന് കുട്ടിയെടുത്തു. കുട്ടി പരിചിതനായ ഉപ്പയെ കണ്ടാൽ കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്തും. കാരണം അവൻ ഉപ്പയോട് ഇഷ്ടമുണ്ടവന്. ചില കുട്ടികൾ ഉപ്പയെടുത്താൽ കരച്ചിൽ മാറില്ല. അപ്പൊ അങ്ങകലെ നോടി വന്നിട്ട് ഉമ്മ വന്നിട്ട് കുട്ടിയെ കോരിയെടുക്കും. ഉമ്മയെ കണ്ടാൽ പിന്നെ ഏത് കുട്ടിയും കരച്ചിൽ നിർത്തും. കാരണം ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ആ സമയത്ത് ആരോടാണ്? ഉമ്മയോടാണെന്നുള്ള പൊട്ടത്തെറ്റ് പഠിച്ചു വെച്ച പൊട്ടന്മാരാണ് നമ്മൾ.
ചില കുട്ടികൾ ഉമ്മ എടുത്താലും കരയില്ല, ഉമ്മ എടുത്താലും കരച്ചിൽ നിർത്തില്ല. ആ കുട്ടി വാവിട്ട് ഉമ്മ എടുത്തിട്ട് നിന്നാലും പൊന്നുമോനെ, കരളെ, കൺമണിയെ, കരച്ചിലടക്കണേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചില കുട്ടികൾ ഉമ്മ എടുത്താലും കരയില്ല. അവന് ഉമ്മയേക്കാൾ അടുപ്പം ആരോടാണോ അവരവനെ ആശ്വസിപ്പിച്ചാലല്ലാതെ അവന്റെ കരച്ചിൽ മാറില്ല. ഉമ്മയേക്കാൾ ഒരു കുഞ്ഞിന് അടുപ്പമുള്ളത് ആരോടാണ്? കുഞ്ഞിനേക്കാൾ ഉമ്മയേക്കാൾ കുഞ്ഞിന് അടുപ്പമുള്ളത് ആരോടാണ്? ആളാരെന്നറിയുമോ? അതുകൊണ്ടാണ് ഉമ്മ എടുത്തിട്ട് കരച്ചിലെടുക്കാതിരുന്നാൽ അവസാനം ഉമ്മ തോളത്തിട്ടിട്ട് മെല്ലെ മെല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള താരാട്ട് പാട്ട് കേട്ടാൽ എത്ര ശാഠ്യം പിടിച്ചു കിടക്കുന്ന കുട്ടിയും ഉമ്മാന്റെ തോളത്തിരുന്ന് തട്ടുമ്പോൾ ഉറങ്ങുന്നത് ആ സമയത്ത് അവന്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പം അവന്റെ റബ്ബിനോടാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ, അല്ലാഹുവിനോടാണ് അടുപ്പം കൂടുതൽ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നത്. താലോലം പാടുമ്പോൾ അവന് പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നത്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം ഉമ്മയെക്കാളേറെ അവന്റെ കൽബിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, ആദ്യത്തെ 3 മാസം നിങ്ങളുടെ കുട്ടികൾക്ക് താരാട്ട് പാടുമ്പോൾ ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. 3 മാസം അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാനാണ് കൽബിനിഷ്ടം. അടുത്ത 3 മാസം സ്വലാത്തിനെ കുറിച്ച് കേൾക്കാനാണ് ഇഷ്ടം. അടുത്ത 3 മാസം മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന പ്രായത്തിലാണ് കുഞ്ഞ്. ജനിച്ചു വീണ കുഞ്ഞിന് ആദ്യത്തെ 3 മാസം നിങ്ങൾ പാടുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറയണേ. സഹോദരിമാരെ, 3 മാസമാകുന്നത് വരെ മുഹമ്മദ് റസൂലുള്ളാഹിയല്ല ചേർക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രണ്ടാമത്തെ 3 മാസമേ മുഹമ്മദ് റസൂലുള്ളാഹി ചേർക്കാവൂ. അടുത്ത 3 മാസം ഉമ്മാക്ക് വേണ്ടി അവൻ ഇസ്തിഗ്ഫാർ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സമയമാണ്. ഈ രീതിയിലാണ് നിങ്ങളുടെ മക്കളെ അല്ലാഹു നിങ്ങളുടെ കയ്യിലേക്ക് നൽകുന്നത്. പിന്നെ ആ കുഞ്ഞുങ്ങളുടെ കൽബിലേക്ക് നിങ്ങൾ പിശാചിനെ കയറ്റിവിടരുത്. പിന്നെ പിശാചിന് നിങ്ങൾ സാന്നിധ്യം കൊടുക്കരുത്. അല്ലാഹുവേ, എൻ്റെ മകനെ നീ പിശാചിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ എന്ന് ലോകത്താദ്യമായി ദുആ ചെയ്ത ഉമ്മയാരാണ്? ഉമ്മ? അല്ലാഹുവേ, എൻ്റെ മകനെ നീ പിശാചിൽ പെടുത്തല്ലേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ഉമ്മയാരാ? അവരല്ലേ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്ന. എങ്ങനെയാണ് മറിയം ബീവി ഇത്ര വലിയ പദവിയിലെത്തിയത്? ഇത് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോഴാണ് മറിയം എന്ന പൊന്നുമളോട് ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വന്ന് പറഞ്ഞത്, മറിയമേ, ഓ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു മറിയമേ. ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെക്കാൾ അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവളാണ് മറിയമേ എന്ന് മറിയം ബീവിയെ ഏകനായ തമ്പുരാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഗർഭാശയത്തിൽ ഇരിക്കുമ്പോ തന്നെ മറിയം ബീവിക്ക് വേണ്ടി ഉമ്മയായ ഹന്ന ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഗർഭാശയത്തിലിരിക്കും അല്ലാഹുവേ, എൻ്റെ ഈ ആറ്റുനോട്ട് കിട്ടിയ പൊന്നുമോള് അവളെ നീ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എൻ്റെ ഈ പൊന്നുമോളെ കാത്തോളണേ അല്ലാഹുവേ. ആ വരട്ട ദുആ അല്ലാഹു കബൂലാക്കിയപ്പോ മറിയം എന്ന പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടിയവളായില്ല, അവൾ ഉമ്മയെ തള്ളിപ്പറഞ്ഞവളായില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഒരു കുശവന്റെ കയ്യിൽ കിട്ടിയ മൺപാത്രം പോലെയാണ് നമ്മുടെ മക്കൾ. അവരാരാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുവോ അവിടേക്കാണ് അല്ലാഹു അവരെ എത്തിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പാഠമേത്? നമ്മുടെ മക്കളെ പിശാചിന്റെ വടിയിൽ നിന്ന് മാറ്റി നിർത്തുക.
ഇന്ന സ്വഫാ വൽ മർവത മിന ശാഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. ഈ ഭൂമിലോകത്ത് പടച്ച തമ്പുരാൻ ആസ്തിക്യത്തിന് അടയാളമായി അല്ലാഹു നിശ്ചയിച്ചത് സചേതനമല്ലാത്ത രണ്ട് പാറക്കെട്ടുകളെയാണ്. സഫാ മർവ. സഫാ മർവ എന്താ? സഫാ മർവ എന്നറിയോ? ഒരു ഉമ്മയുടെ ജീവിതത്തിന് അടയാളമാണത്. പ്രിയപ്പെട്ട ഭർത്താവ് മണൽത്തിട്ടിൽ നിർത്തിയിട്ട് തൻ്റെ മകനെ താഴെയിട്ടിട്ട് നടന്നു പോകുമ്പോ ഹാജറ എന്ന ഉമ്മ ചോദിച്ചു, അല്ലാഹു പറഞ്ഞിട്ടാണോ പോകുന്നത് ഇവിടെ ഞങ്ങളെ ഉപേക്ഷിക്കാൻ? അതെ, ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത്. ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയി. ഹാജറ റളിയല്ലാഹു തആല അൻഹാ കുഞ്ഞുമോൻ ഇസ്മായിലിനെ കഅബാലയത്തിന്റെ മുറ്റത്ത് മണൽപ്പരപ്പിലിട്ടിട്ടാണ്, ആ പരപ്പിലാണ് ഇപ്പൊ കഅബാലയം നിലനിൽക്കുന്നത്. അവിടെ മണൽപ്പരപ്പിലിട്ടിട്ടാണ് സഫാ മലയിലേക്ക് ഓടിച്ചെന്നത് വെള്ളത്തിന് വേണ്ടി പൈതാഹം തീർക്കാൻ. യഥാർത്ഥത്തിൽ ഹാജറ ബീവിക്ക് കുഞ്ഞിനെ എടുത്തൊക്കത്ത് വെച്ചിട്ട് പോവാം. ഒരാൾ പോലും ഇല്ലാത്ത സഫാ മലയുടെ മുകളിൽ ചെന്ന് ഒരാൾ പൊക്കത്തിൽ കയറിയപ്പോ മണൽപ്പരപ്പിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ മുമ്പിലേക്ക് ചെന്നായ പാഞ്ഞു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് സഫാ മലയുടെ മുകളിൽ ഇരുന്നിട്ട് ഹാജറ റളിയല്ലാഹു തആല ഇത് കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹാജറ റളിയല്ലാഹു തആല എന്തുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ചില്ല? എൻ്റെ റബ്ബാണ് പറഞ്ഞത് മണൽപ്പരപ്പിൽ ഇട്ടിട്ട് പോകാൻ. അല്ല പറഞ്ഞതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് മറുവയുടെ മുകളിലോട്ട് കയറിയപ്പോഴും ചെന്നായ വന്ന് മണൽപ്പരപ്പിലിരിക്കുന്ന പിഞ്ചു പൈതലിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നീണ്ട ദ്രംഷ്ടകളുമായി നിൽക്കുമ്പോ ഹാജറ ബീവി പതറിയില്ല. കാരണം എന്തെന്നറിയോ? സഫാ മറുവയുടെ ഒരാൾ പൊക്കത്തിൽ കയറി നിൽക്കുമ്പോഴും എൻ്റെ കുഞ്ഞിനെ ചെന്നായ പിടിക്കില്ല. എൻ്റെ റബ്ബാണ് എന്നോട് അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവിനോട് എന്ന് ഭർത്താവിനെ ഓർത്ത് അല്ലാഹുവിനെ ഓർത്ത് പൊന്നുമോനെ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ വെച്ച ഒരു ഉമ്മയുടെ മകന്റെ കഥയാണ്. ഇന്ന സ്വഫാ വൽ മർവത മിന ശാഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കൾ നമ്മുടെ ജീവിതത്തിന് അടയാളങ്ങളാവണം. മക്കള് നമ്മുടെ ജീവിതത്തിന് അടയാളങ്ങളാവണം. നാളെ നമ്മൾ അറിയപ്പെടേണ്ടത് മക്കളിലൂടെയാവണം. ഇന്നയാളുടെ ഉമ്മ, ഇന്നയാളുടെ വാപ്പ. ഇസ്മായിലിന്റെ ഉമ്മയെന്ന് ഹാജർ അറിയപ്പെട്ടു റളിയല്ലാഹു തആല അൻഹാ. മറിയം ബീവിയുടെ ഉമ്മയെന്ന് ഹന്ന അറിയപ്പെട്ടു. എന്നാൽ ഹന്നയോ ഒരു സഹാബിയത്തല്ല. തന്റെ മകൾക്ക് വേണ്ടി ചെയ്ത ഒരൊറ്റ ദുആയാണ് ഹന്നാ ബീവിയെ ലോക ചരിത്രത്തിന്റെ ഭാഗമാക്കിയത്. വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. എൻ്റെ മോനെ ഞാൻ പിശാചിൽ നിന്ന് കാവലിനെ തേടുകയാണ്. എത്ര പേർക്കാണ് അങ്ങനെ മക്കളെ വളർത്താൻ കഴിയുക? മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ റോൾ മോഡലായി നമ്മൾ മാറണം. അവർ നമ്മുടെ അടയാളങ്ങളാവണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഏറെ പറയാൻ സമയമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആരാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? നിസ്കാരത്തിന് വേണ്ടി നിസ്കാരത്തിന് ഇമാമത്ത് നിന്നാൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ഈ ആയത്തോതിയാൽ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മഹിഷറയിൽ നിൽക്കണമെന്ന ബോധം വരുമ്പോ നിസ്കാരത്തിൽ ബോധം കെട്ട് വീണു മകനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ആയത്തോതിയാല് ബോധം കെട്ട് വീഴും. കാരണം എന്ത്? ഈ ഖുർആൻ ആയത്ത് കേട്ടിട്ട് വാപ്പ ബോധം കെട്ട് വീണ് ഒരു മാസം പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു വളർന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വാപ്പ ഒരായത്ത് കേട്ടിട്ട് പനി പിടിച്ച് ഒരു മാസം വീട്ടിൽ വിറച്ച് കിടക്കുന്നത് കണ്ട് ആ വാപ്പായ ഒരു മാസം പരിചരിച്ച മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. മകന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ല. എന്തുകൊണ്ട്? വാപ്പാക്ക് ഒരു മാസം പേടിച്ച് പനി പിടിച്ചു. എന്തെന്നറിയാവോ? ലോട്ടറി ടിക്കറ്റ് ഒരക്കത്തി മാറിപ്പോയതുകൊണ്ടല്ല. വാപ്പ പ്രതീക്ഷയിലായിരുന്നു. ലോട്ടറി എടുത്ത ടിക്കറ്റ് ഒരു അക്ഷരത്തില് 1 കോടി വാപ്പാടെ പോയിട്ട് വാപ്പ തളർന്നു വീണതല്ല. വാപ്പ ഒരായത്ത് കേട്ടു. പാതിരാവിന്റെ നിശബ്ദതയിലും മക്കയിലൂടെ നടന്നു പോകുമ്പോ ഒരു കർഷകനിൽ നിന്ന് ഓതുന്നത് കേട്ടു. വത്തൂരി വകിതാബിൻ മസ്തൂർ തിറഖിൻ മൻശൂർ. അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ ഓതൽ കേട്ടപ്പോ
ഇന്നദാബ റബ്ബിക ലവാഖി, അല്ലാഹുവിന്റെ ശിക്ഷ ഇതാ വരാൻ പോകുന്നു. ഇത് കേൾക്കേണ്ട താമസം വിജനതയിൽ ഇരുന്നിരുന്ന ഒട്ടകപ്പുറത്ത് നിന്ന് പേടിച്ച് താഴേക്ക് വീണ് അവസാനം വീട്ടിലെത്തുന്നത് വരെ ഒട്ടകത്തിന്റെ പള്ളയിലേക്ക് തന്റെ കൈതേത്ത് വെച്ച് അല്ലാഹുവേ നിന്റെ ശിക്ഷ വരുമ്പോ, പരലോകം വരുമ്പോ, ഉമറിനെ വിചാരണ ചെയ്യുമ്പോ ഉമറിന്റെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. ആയത്ത് കേട്ട് പേടിച്ചിട്ട് ഒരു മാസക്കാലം പനി പിടിച്ചു വീട്ടിൽ കിടന്നിരുന്നു. തൻ്റെ വാപ്പ പനി പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നത് അല്ലാഹുവിന്റെ ആയത്ത് കേട്ടിട്ടാണ് എന്ന് കണ്ടു വളർന്ന മകനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെയാണ് മക്കളും വാപ്പയും വളരേണ്ടത്, ഇങ്ങനെയാണ് ഉമ്മ വളരേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കാണ്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കാണ് ഒരാൾ വന്നിട്ട് രസം പറയുന്നതിന്റെ ഇടയിൽ ഉമറേ നാളെ പരലോകത്ത് നിന്നെ പിടിച്ചു നിർത്തും ഉമറേ, യൗമ തകൂനുൽ ആതിയാതുൽ ജുന്ന വവാഖിഫുൽ മസൂലു ബൈനഹുന്ന, നാളെ പരലോകത്ത് നിന്നെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ നിർത്തിയിട്ട് പടച്ചറപ്പ് വിചാരണ ചെയ്യുന്ന ദിവസം നീ എന്ത് ചെയ്യും ഉമറേന്ന് പരലോകത്തെ ചോദിച്ചപ്പോ ഇരുന്ന സ്ഥലത്ത് നിന്ന് ദാടിരോമത്തിലൂടെ കണ്ണുനീര് വീഴുന്നത് വരെ തൻ്റെ ഉപ്പ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു കണ്ടിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് ശിരസ്സെടുത്ത് മടിയിൽ വെച്ചപ്പോ, അബ്ദുള്ള നിന്റെ വാപ്പ കുറെ നാള് തെമ്മാടിയായിട്ട് ജീവിച്ചതാണ്, വാപ്പാടെ തലയെടുത്ത് മണ്ണിൽ വെക്കും മോനെ, വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കസ്തൂരി ചേർക്കല്ല മോനെ, നിന്റെ ഉപ്പാക്ക് അതിനൊന്നും അർഹതയില്ലാത്ത കൊടുമ്പാപിയാണെന്ന് തൻ്റെ വാപ്പ സക്കറാത്തിന്റെ നേരത്ത് അല്ലാഹുവേ അല്ലാഹുവേ നരകത്തിൽ ഉമറിന്റെ അവസ്ഥ എന്തെന്നോ, സക്കറാത്തിന്റെ വേദനയിലും തൻ്റെ ഉപ്പ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു വളർന്ന മകനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. ഈ മകൻ പാഴാവില്ലല്ലോ, അതുകൊണ്ടാണ് വരണ്ടുണങ്ങിയ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന് ആരോ കൊണ്ടുവന്നൊരു കൂജയിൽ തണുത്ത വെള്ളം കൊടുത്തു. തണുത്ത വെള്ളം കൊടുത്തു. തണുത്തതെന്ന് പറഞ്ഞാൽ മരുഭൂമിയിലും മൺകുടത്തിൽ സാധാരണ തണുപ്പിച്ച ഒരു വെള്ളം. ആ വെള്ളമെടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൺകൂത കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ മൺകൂത തണുത്ത നേരിയ തണുത്ത ഒരു വെള്ളം കിട്ടിയപ്പോ അത് കയ്യിൽ പിടിച്ചിട്ട് ചുണ്ടിലോട്ടടുപ്പിക്കവേ ധാരധാരയായി കണ്ണുനീര് ചാലിട്ടൊടുകി. സഹാബത്ത് ചോദിച്ചു, അബ്ദുല്ലാ എന്തു പറ്റി? ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വെള്ളം കുടിക്കാൻ തൊണ്ടയിലേക്ക് വെച്ചപ്പോ ഈ സമയത്ത് ഞാൻ തണുത്ത വെള്ളം ആഗ്രഹിച്ചു. മൺകൂതയിൽ തണുത്ത വെള്ളം നിങ്ങൾ ആഗ്രഹം പോലെ എനിക്ക് തന്നു. അത് കുടിക്കാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ റബ്ബിന്റെ വാക്കോർമ്മ വന്നു. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ, വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. നാളെ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ അവരേത് ഭക്ഷണം ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഇടയിൽ അല്ലാഹു അവർക്ക് തടസ്സം സൃഷ്ടിക്കും. അവരാഗ്രഹിച്ച ഭക്ഷണം അല്ലാഹു നൽകുകയില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ നാളെ നരകത്തിൽ പോകുമ്പോ എനിക്ക് ആഗ്രഹിച്ച ഭക്ഷണത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കേഴുകയില്ലേ? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന أن فيلوا علينا من الماء أو مما رزقكم الله. നരകവാസികളെ സ്വർഗ്ഗക്കാരെ നോക്കിയിട്ട് പറയും, അന്നഫീലു അലൈനാ മിനൽ മാ, എനിക്കൊരൽപ്പം വെള്ളം കുടിക്കാൻ തരുമോ? അല്ലാഹു നിഷേധിക്കുമ്പോ അന്ന് ഞാൻ ആഗ്രഹിച്ചത് അബ്ദുള്ളക്ക് കിട്ടില്ലല്ലോ. നരകത്തില് പച്ചവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കേടുന്ന വാക്കോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. എങ്ങനെയാണ് ഇവർ ഈ പാഠം പഠിച്ചത്? അത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നല്ല, അത് മെഡിസിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല. അവിടെ ആദ്യത്തെ മദ്രസ അവരുടെ ഉമ്മയും വാപ്പയുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെ ഇങ്ങനെ ആളായി മാറി? ചിന്തിക്കും നിങ്ങൾ. നരകത്തെ പേടിയാവാൻ തുടങ്ങി. ഒരു ദിവസം മഹാനവറുകൾ നിന്നപ്പില് ബോധം കെട്ടു വീണു.
ആളുകൾ പാഞ്ഞു വന്നു വീട്ടിലേക്ക്. ചോദിച്ചു, എന്തേ ഇവര് ബോധം കെട്ട് വീണത്? ആ സമയത്ത് വെള്ളം തുടച്ചു. ബോധം വന്ന ഉടനെ പൊട്ടിക്കരയാൻ തുടങ്ങി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആളുകളെ ചോദിച്ചു, എന്തേ നിന്ന് നിപ്പിന് ബോധം കെട്ട് വീണത്? ഭാര്യ പറഞ്ഞ മറുപടി, അയൽ വീട്ടിലെ ആളുകൾ മുഴുവനും പാഴായ വസ്ത്രങ്ങളും കടലാസുകളും എടുത്തു കൂട്ടിയിട്ട് കത്തിച്ച് തീയാളി കത്തിയപ്പോ അത് കണ്ടിട്ട് ബോധം കെട്ട് വീണതാണ് എൻ്റെ ഭർത്താവെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു അത്രേ. അതിനിപ്പോ കരയാനെന്ത്? നമ്മുടെ അയൽപക്കത്ത് എത്ര ആളുകൾ പാഴ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. അതിനിപ്പോ കരഞ്ഞ് ബോധം കെട്ട് വിടാനെന്ത്? ഇബ്നു ഉമർ പറഞ്ഞു, നാളെ ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കൾ വാങ്ങിച്ചു വെച്ചിട്ട് പാഴായപ്പോ ആളുകൾ കത്തിച്ച് കളയുന്നത് കണ്ടോ? നാളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു പാഴ്വസ്തുവായി പരലോകത്ത് മാറിയാൽ ഇതുപോലെ എന്നെയും കത്തിച്ച് കളയുമല്ലോ എന്നോർത്തിട്ടാണ് ബോധം കെട്ട് താഴെ വീണരെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അമ്മീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈർ നൽകുമാറാകട്ടെ. മുആദ് റളിയല്ലാഹു തആല നടന്നു പോവുകയാണ്. മുത്ത് റസൂൽ വിളിച്ചു, യാ മുആദ്. എന്തേ നബിയേ? ഇന്നി ഉഹിബ്ബുക യാ മുആദ്. മുആദേ, എനിക്ക് നിന്നെ വല്ലാതെ പെരുത്തിട്ടമാണ് മുആദേ. ആരാണ് വിളിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സാണ് പ്രായം. 13 വയസ്സുള്ള കുഞ്ഞിനെ നോക്കിയിട്ട് ലോകത്തിന്റെ മുത്ത് പറയുന്നു, മുആദേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുആദേ. തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. മുആദിനും കൽബിൽ അങ്ങയോട് പെരുത്തിഷ്ടമാണ് നബിയേ. മുത്തുനബി 13 വയസ്സുകാരനായ മുആദിനോട് പറഞ്ഞു, മുആദ്, അല്ലാഹുവിനോട് നീ എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ടും ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി നിഅമതിക വതഹവുലി ആഫിയതിക എന്ന ദുആ നീ ചെയ്തേക്കണേ മുആദേ. അല്ലാഹു നിനക്ക് നല്ല ഭാഗ്യം തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന മകനെ രൂപാന്തരപ്പെടുത്തിയത് ഉമർ എന്ന ഒരു കാലത്തെ തമ്മാടിയായിരുന്ന വാപ്പയുടെ വീട്ടിലാണ്. മനസ്സിലാവണുണ്ടോ? എങ്ങനെയാണ് ആ രൂപാന്തരം തുടങ്ങിയത്? വാപ്പ തൗബ ചെയ്ത് നന്നായതിൻ്റെ അന്ന് മോനോട് പോയിട്ട്, മോനെ വാപ്പ നന്നായി, നീ നന്നാവണമെന്ന് പറഞ്ഞിട്ട് നന്നായതല്ല. അതിനൊരു തുടക്കമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇനി 25-ാം രാവായി. ആമീൻ പറഞ്ഞില്ലേ? നിങ്ങളിപ്പോൾ എപ്പോഴാണ് ആമീൻ പറയണേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്നിപ്പോൾ ഇവിടെ ദുആയ്ക്ക് വേണ്ടി വന്ന ഒട്ടുമിക്ക ആളുകൾ എൻ്റെ മുമ്പേ വന്ന് കരഞ്ഞത് മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്. മക്കൾ മിണ്ടണില്ല, ദേഷ്യപ്പെടുന്നു, അവൻ പോയാൽ പറയൂല. ഇന്ന് എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ മിക്ക മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന നരകത്തെ, വെള്ളം കുടിക്കാൻ നേരത്ത് നരകത്തെ കരയുന്ന മകനെ രൂപാന്തരപ്പെടുത്തിയ സർവകലാശാല ഏതാണ്? അത് നമ്മൾ പരതി പോകുമ്പോൾ അവിടെ നമുക്കൊരു ചരിത്രം കാണാം. ഹബീബായ നബി തങ്ങൾ സഹാബത്തും കൂടി സഹാബത്തിന്റെ നബിയുടെ സദസ്സിലേക്ക് സഹാബത്ത് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂലൊരു ചോദ്യം ചോദിച്ചു. എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗങ്ങളും പ്രയോജനം ചെയ്യുന്ന, അതിൻ്റെ തണ്ട് കൊണ്ട് ഉപകാരമുണ്ട്, അതിൻ്റെ ഇല കൊണ്ട് ഉപകാരമുണ്ട്, അതിൻ്റെ കാണ്ഡം കൊണ്ട് ഉപകാരമുണ്ട്, അതിൻ്റെ വേര് കൊണ്ട് ഉപകാരമുണ്ട്, എല്ലാ രീതിയിലും ഉപകാരമുള്ള ഒരു വൃക്ഷത്തെ നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്തിനെല്ലാം ഉത്തരം മുട്ടിപ്പോയി. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന കൊച്ചുമോനുമുണ്ട്. ആ ഉത്തരം എനിക്കറിയാമായിരുന്നു. എന്താണ് മോനെ? അത് ഈത്തപ്പനയാണ് ഉപ്പ. ഞെട്ടിത്തിരിച്ചിട്ട് മോനെ, ആ സദസ്സിൽ വെച്ച് നീ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഉപ്പാക്ക് വലിയ അഭിമാനമാകുമായിരുന്നല്ലോ മോനെ. അപ്പൊ മോന്റെ മറുപടി, ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുതിർന്ന ആളുകൾ ഇരിക്കുമ്പോ അവിടെ എഴുന്നേറ്റ് നിന്ന് കൊച്ചുകുട്ടിയായ ഞാൻ മറുപടി പറയാണ്, എനിക്ക് ലജ്ജയായിരുന്നു ഉപ്പ, എനിക്ക് ലജ്ജയായിരുന്നു ഉപ്പ. താൻ പോകുന്ന സദസ്സിലേക്ക് തന്റെ കുഞ്ഞുമകനെ കൈപിടിച്ച്
ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇൽമു ബാലപാഠം പഠിപ്പിച്ചു കൊടുത്ത വാപ്പയാണ് ഈ മകനെ ഈ ഒരു അവസ്ഥയിലേക്ക്, ചരിത്രത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയത്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇതിനാണ് ഹിഫ്ളുൽ ഖുർആൻ, ഇതിനാണ് വാഫി, ഇതിനാണ് ഹുദവി, ഇതിനാണ് ഫൈലി. അല്ലാതെ മൊയ്ലിയാർക്ക് ജീവിക്കാനല്ല, അത് അള്ളാഹു കൊടുക്കും. മൊയ്ലിയാരുടെ ജീവിതം ആരും നോക്കണ്ട. കാരണം ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുക്രിക്കാക്ക. എന്നാൽ ഒരൊറ്റ മുക്രിക്കാക്ക പോലും കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിട്ടില്ല, എന്നാൽ കോടീശ്വരന്മാർ ചെയ്തിട്ടുണ്ട്. കാരണം മുക്രിക്കാക്കയുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും. അതിനാർക്കും വിഷമം വേണ്ട. നമ്മുടെ മക്കളെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഉമർ റളിയല്ലാഹു തആല കൊച്ചുകാലിൽ പള്ളിയിൽ പോകുമ്പോൾ, ഒരു സദസ്സിൽ പോകുമ്പോൾ മകനെ കൂടെ കൊണ്ടുപോകും. മകൻ പറഞ്ഞു, വാപ്പ എനിക്ക് ലജ്ജയായിരുന്നു. അപ്പോ വാപ്പ പറഞ്ഞു, മോനെ ഇതിനേക്കാൾ അഭിമാനം ഇപ്പൊ എനിക്ക് നിന്നോടാണ്. ആ സദസ്സ് നീ അതനുസരിച്ച് പെരുമാറിയല്ലോ. വാപ്പ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ അഹങ്കാരത്തോടെ നടക്കരുത് മോനെ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കാൻ ആദ്യം ഒരു വേൾഡ് വിഷൻ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, ശിർക്ക് പാതകമാണ്, പാടില്ല. ഒരു വേൾഡ് വിഷൻ, ഒരു ആഗോള കാഴ്ച. പിന്നെ സാമൂഹ്യ മര്യാദ, വലാ തംശി ഫിൽ അർളി മറഹ. ഇങ്ങനെ നമ്മുടെ മക്കളെ ഉപദേശിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ആ മക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മക്കളായി തീരുക. മോനെ വാപ്പാക്കുന്ന അഭിമാനമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം ജീവിതത്തിൽ മരിച്ചുപോയാലും ബാക്കി നിൽക്കുന്ന നാടികക്കല്ലാണിത്. ഞാൻ ഈ റമളാനില് എനിക്ക് കിട്ടിയ കുറെ സന്തോഷ വാർത്തകളുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം കൊണ്ട് നമ്മളൊന്നുമല്ലാതെ പോകുന്നൊരു സമയമുണ്ട്. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ കുറ്റം പറയാൻ തോന്നുന്ന, തുറന്നു പറഞ്ഞാൽ നീ ആരടാന്ന് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന അവസരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റമളാനിൽ ഒരു 20 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു നാട്ടിൽ വന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര. ആ യാത്രയിൽ ഇടയിൽ കാഞ്ഞിരപ്പള്ളി, നിങ്ങൾക്ക് അന്വേഷിക്കാൻ ടൗൺ ജുമാ മസ്ജിദിന്റെ സുഹൃത്തുണ്ട് ഷിഫാർ മൗലവി. ദുബൈയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കോള് വന്നു, പക്ഷേ റോമിംഗ് ആയതുകൊണ്ട് എടുത്തില്ല. പതിവില്ലാതെ അദ്ദേഹം വിളിച്ചു എന്നെ. ഞാൻ ഇവിടേക്ക് വരികയാണ്. യാത്രയിൽ പാതിരാ സമയം തറാവീഹൊക്കെ കഴിഞ്ഞു കയറിയതാണ്. ആ സമയത്ത് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ബാക്കവി വിശേഷമെന്നുണ്ട്? ഞാൻ പറഞ്ഞു, സുഖമാണ്. ഒത്തിരി വിളിച്ചല്ലോ, എടുത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്തേ സുഹൃത്തെ അത്യാവശ്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതം പറയാൻ വിളിച്ചതാണ്. എൻ്റെ കാഞ്ഞിരപ്പള്ളി നിങ്ങൾക്കറിയാം ക്രിസ്ത്യൻ മേഖലയാണ്. ഈ റമളാനിൽ നിങ്ങളുടെ ലോകാവസാനം കേട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ക്രിസ്തീയ കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നു. അവർ എൻ്റെ അടുക്കൽ വന്നാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയത്. ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. സഹോദരങ്ങളെ, ആ സമയത്താണ് ഞാനൊന്നുമല്ലെന്ന് എൻ്റെ മനസ്സോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്ന എല്ലാ പരിഹാസങ്ങളും അപമാനങ്ങളും എൻ്റെ റബ്ബിന് പ്രതിഫലം തന്നാൽ, അപഹാസവും പരിഹാസവും അപവാദങ്ങളും മനസ്സിൻ്റെ ടെൻഷനും ഒക്കെ എത്ര മറന്നാലും ഇതിനെൻ്റെ റബ്ബെനിക്കൊരു പ്രതിഫലം തന്നാൽ, നിന്നെ കൊണ്ടൊരാൾ സന്മാർഗത്തിലേ വന്നാൽ, കാലാകാലം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നാൽ, ഒരു ക്രിസ്തീയ കുടുംബം ഒന്നടങ്കം അച്ഛനും അമ്മയും മക്കള് സാധാരണക്കാരല്ല. ഇനി അവരുടെ സഹോദരിമാരും കുടുംബവും ഒന്നിച്ചു കേട്ട് വരാൻ തയ്യാറെടുക്കുന്നു. ഒരു 2 മണിക്കൂർ പ്രഭാഷണം കൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയവനെ പടച്ചറപ്പിന്റെ കെലിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമ്പോ എന്റെ മനസ്സ് കോരി തരിച്ചു പോയി. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അതെവിടെ നിന്നായാലും അതൊന്നും ഒരു സങ്കടമല്ലല്ലോ. റബ്ബേ, സന്തോഷം വെച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ അത്ഭുതം ഏത് സമയത്തെന്നറിയുമോ? ഇന്നിവിടെ വന്ന് 3 ഹാഫിളീങ്ങളായി അവർ അവാർഡ് വാങ്ങിച്ചിട്ട് തിരിച്ചുപോയി. ഈ 3 പേരും ഹാഫിളാകുന്ന ദിവസം, ഖുർആന്റെ 6666 ആയത്തുകൾ കാണാതെ പഠിക്കുന്ന ദിവസം, അവരുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ഈ ഹാള് മുഴുവനും നിരന്നു നിന്നു. നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ ബിൽഡിംഗ് ആണ്. ഇവിടെ നടന്നതൊന്നും ചെറുതല്ല, ഇവിടെ നടന്നത് അത്ഭുതങ്ങളാണ്. പൊന്നുമക്കൾ ഹാഫിളാവാൻ അവസാനത്തെ ആയത്തോടുന്നു. പാതിരാ സമയത്ത് ഉറക്കമില്ലാതെ അവര് ഭക്ഷണം, ഇപ്പോഴും നിങ്ങൾക്കറിയുമോ, നോമ്പ് തുറന്നാൽ ഈ കുട്ടികൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് തറാവീഹിന് ശേഷമാണ്. നിർബന്ധിച്ചാലും അവർ പറയും വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പഠനമാണ്, ഹാഫിളീങ്ങളാവണം.
ഈ രീതിയിൽ 4 മണിക്കും മരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ പലപ്പോഴും ഈ മുറ്റത്തിറങ്ങുമ്പോ അവിടെ ഇരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്ന എൻ്റെ കുട്ടികളുണ്ട്. ഇവിടെ മാതാപിതാക്കളെത്തി, ഉസ്താദുമാര് മുഴുവനും വേണ്ടി 3 ഹാഫിളീങ്ങളും പഠിപ്പിച്ച ഉസ്താദിന്റെ മുമ്പിൽ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവൻ ഖുർആനിന്റെ അവസാനത്തായത്തും ആ പൊന്നുമോന്റെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. അവന്റെ മേൽവിലാസം മാറി, അവന്റെ പേര് പിന്നെ ഹാഫിൾ എന്നാണ്. അവൻ 40 പേരെ ശുപാർശക്കർഹനായി, അവന് ഖബറിന്റെ പുതുമണവാളനായി, അവൻ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ദിവ്യമായി. തീരേണ്ട താമസം മറയുടെ പുറത്തിരിക്കുന്ന ഉമ്മമാര് പൊട്ടിക്കരഞ്ഞു. സന്തോഷത്തിന്റെ പൊട്ടിക്കരച്ചിൽ. മകൻ ഹാഫിളായി. മറയുടെ പുറകിലിരിക്കുന്ന ഉമ്മമാര്, 8ഉം 8ഉം തിരിയാത്ത മക്കള് ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് തന്ന മാതാപിതാക്കൾ, അവര് നിലവിളിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ, ആ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക. ഇത് MBBSന്റെ ബിരുദമല്ല, തന്റെ കുടുംബത്തിന് 40 പേരെ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാഹുവേ, ഇങ്ങനെ 7 പ്രാവശ്യം ഈ ചെറിയ ക്ലാസ് മുറികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ മുഴുവനും അവിടെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നാളെ ഖുർആൻ ഒരവസ്ഥ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ 10 ദിവസം കാണാതിരുന്നാൽ, ഇന്നലെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്, ഇന്ന് ഞാൻ സ്റ്റേജിലേക്ക് വരാൻ വൈകിയത്. മോള് വരുന്നുണ്ട്, മക്കളെ കണ്ടിട്ട് വേണം സ്റ്റേജിൽ വരാൻ. സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയത് മക്കളെ കാണാനാണ്. അവര് വന്ന് കയറുമ്പോ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും. നമ്മളെ ഒരു ദിവസം കാണാതിരുന്നാൽ, ഒരൊറ്റ ദിവസം കാണാതിരുന്നാൽ, ഗൾഫിൽ പോയിട്ട് 2 വർഷം കഴിയുമ്പോ വാതിൽ പുറത്തു വന്ന് ഓടി വന്നിട്ട് മക്കളെ കെട്ടിപ്പിടിക്കും. ഭാര്യ നാണം കുണങ്ങിയിട്ട് വാതിലിൽ പിടിക്കും. ഞാൻ അബുദാബിയിൽ പ്രസംഗിച്ച പ്രവാസികൾ പറഞ്ഞു, ഉസ്താദേ, പ്രവാസികളുടെ ജീവിതം ഇത് തന്നെയാണ്. നമ്മുടെ മക്കൾ ഒരു ദിവസം കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്ന മക്കൾ. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നുണ്ട്, 40 വർഷത്തിന് ശേഷം നമ്മുടെ മക്കളെ കണ്ടാൽ, ഏറ്റവും കുറഞ്ഞത് 40 വർഷത്തിന് ശേഷം നമ്മുടെ മക്കളെ കണ്ടാൽ, ആ മക്കൾ വാപ്പാനെ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ഏതായാലും ഇസ്രാഫീൽ ആദ്യത്തെ കാഹളത്തിന്റെയും രണ്ടാമത്തെ കാഹളത്തിന്റെയും ഇടയിൽ ഊതുന്നതിന്റെ ഇടയിൽ 40 വർഷമുണ്ട്. ഏറ്റവും ചുരുങ്ങിയതും മരിച്ച് 40 വർഷം ഒരു മനുഷ്യൻ കബറിൽ കിടന്നിരിക്കും. ആ 40 വർഷം കബറിൽ കിടന്നിട്ട് ഭാര്യയില്ല, മക്കളില്ല, ഒറ്റക്ക് കിടന്ന് 40 വർഷം കിടന്ന് മഹിസറയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് പൊന്നുമക്കൾ കൺമുമ്പിലൂടെ വരുന്നത്. ഇവിടെ ഒരു ദിവസം കണ്ട് കെട്ടിപ്പിടിക്കാ നിന്നവനെ അവന്റെ മക്കൾ അവനെ കാണുമ്പോ തിരിഞ്ഞു നടക്കും. മക്കളെ കാത്തു നിന്ന ഞാൻ മക്കൾ വരുന്നത് കാണാതെ തിരിച്ചു പോകും. ഒരു സുബ്ഹാനല്ലാഹ് പ്രതിഫലം എന്നോട് ചോദിച്ചുവെങ്കിലോ? ഈ ഒരവസ്ഥയിൽ ആസ്തവയിൽ ഓടി വരും ഈ പൊന്നുമക്കൾ. എൻ്റെ ഉപ്പയെവിടെ, എൻ്റെ ഉമ്മയെവിടെ? അതാണ് ഹസ്രത്ത് പറഞ്ഞത്, അവരെ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളുമായ മക്കൾ വന്നിട്ട് എൻ്റെ ഉപ്പയെവിടെ, എൻ്റെ ഉമ്മയെവിടെ എന്ന് കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ കൊച്ചു ബിൽഡിങ് ചെറിയ ബിൽഡിംഗ് അല്ല, അത് ചെറുതാണ്. പക്ഷേ അവിടെ നടന്നത് ഏറ്റവും വലിയ നന്മയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നും വേണ്ട, ഞാൻ പാവപ്പെട്ടവരെ മാത്രം വിളിച്ചിട്ട് ബക്കറ്റൊന്നും വേണ്ട. ഇത് പാവപ്പെട്ടവരെ നോമ്പ് പറയണം. മലയാളിമാരായിട്ട് ആകെ 2-3 പേരേ ഉള്ളൂ. ഒന്ന് ഇബ്രാഹിക്ക, ഒന്ന് കബീർക്ക, പിന്നെ ഒന്ന് അബ്ദുറഹ്മാൻ സാഹിബ് ഒക്കെ വന്നിട്ടില്ല. അത് മുതലാളിമാരല്ല, അവരെന്നെ ജ്യേഷ്ഠന്മാരായതുകൊണ്ട് വിളിച്ച കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടി. വേറെ ആരെയും എനിക്കൊരു മലയാളിമാരെ ബന്ധമില്ലാഞ്ഞിട്ടല്ല. ആ പേര് വേണ്ട. സാധുക്കൾ, കൂലിപ്പണിക്കാർ, തൊഴിലാളികൾ, കൊച്ചുകുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്ത പൊന്നുമക്കൾ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ഹാളിലാണ് ഉമ്മമാരുടെ കണ്ണുനീര് വീണത്. ഇപ്പൊ ഹാഫിളായ ഒരു കുട്ടിയുടെ വാപ്പ ഗൾഫിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ എന്താ കോളേജിന് ചെയ്യും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ മോൻ ഹാഫിളാക്കിയതിനപ്പുറം ഇനി എന്താ എനിക്ക് ചെയ്തു തരേണ്ടത്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ,
ഹസ്രത്ത് ബാക്കിയാത്തു സാലിഹാത്ത് അറബിക്കോൾ ഉമ്മുൽ മദാരിസിൽ എൻ്റെ ഉസ്താദായിരുന്നു. പക്ഷെ ഉസ്താദിൻ്റെ മോനെ ഉസ്താദ് ഹിഫ്ള് പഠിക്കാനാക്കിയത് ഇവിടെയാണ്. കടുവാപ്പള്ളി ഏറ്റവും നല്ല ഹിഫ്ള് കോളേജാണ്. തന്നെ നാട് പാലക്കാട് ഉസ്താദ് തിരഞ്ഞെടുത്ത ഈ സ്ഥാപനമാണ്. അൽഹംദുലില്ലാ ഇന്ന് ഈ സ്ഥാപനത്തിൽ വലിയ പേരും പെരുമയുമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഏറെ ഒന്നും പറയുന്നില്ല. ഞാൻ കോടികൾ പിരിക്കുന്ന ആളാണ് ഓരോ സദസ്സിലും. അതിൻ്റെ അത്യാവശ്യം ദുഷ്പേരും അപവാദമൊക്കെ എനിക്കുണ്ട് താനും. അൽഹംദുലില്ലാ ഈ ബിൽഡിംഗ് പൂർത്തിയാവാത്തത് കൊണ്ട് ഇപ്പോഴും ഈ വർഷം അഡ്മിഷൻ കൊടുത്തിട്ടില്ല. 100 കണക്കിന് ഉമ്മമാർ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരണം. ഇന്നും ഈ ബിൽഡിംഗ് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് 100 കണക്കിന് കുട്ടികൾ ഒന്ന് ഖുർആൻ പഠിക്കാൻ പറ്റാതിരിക്കുകയാണ്. അൽഹംദുലില്ലാ എല്ലാവരും എന്നോട് ഉസ്താദേ നിങ്ങൾ പറഞ്ഞാൽ കിട്ടാത്ത എവിടെയുള്ള ആരാ തരാത്തത്? ഇന്നേ വരെ ഈ സ്ഥാപനം ഓരോ മാസവും കടത്തിലല്ലാതെ ലാഭത്തിലോടുന്നില്ല. പല ചുരുക്കം മാസങ്ങളിൽ മാത്രം. അടുത്ത വർഷം കുട്ടികൾ ഈ ഹാഫിളീങ്ങളായി പോയിട്ട് പേർ ഇവരെ വെളിയിലേക്ക് വിട്ടാൽ ഇവർ പിന്നെ വേറൊരു വഴിയിലേക്ക് പോകും. ഇവരെ ഇനെ ശരീഅത്ത് കോളേജിൽ പഠിപ്പിച്ച് അൽഹംദുലില്ലാ ഹാഫിളായ ഡോക്ടർ, ഹാഫിള് മാലിമുമായ ഡോക്ടർ, ഹാഫിള് മാലിമുമായ എഞ്ചിനീയർ, അതിന് ശരീഅത്ത് കോളേജ് തുടങ്ങണം. പുതിയ ഹിഫ്ള് വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളുൽ ഖുർആൻ അക്കോമഡേഷൻ കൊടുക്കണം. ഒരു വലിയ ബിൽഡിംഗ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാർ മുഴുവനും വന്നിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്കൊന്ന് സമാഹരിച്ചാലോ. ഞാനൊരു വോയിസ് മെസ്സേജ് കൊടുത്തു. 1 സ്ക്വയർ ഫീറ്റിന് 1300 രൂപ. വാട്സപ്പ് ഗ്രൂപ്പിലുള്ള 12,000-ഓളം ആളുകൾക്ക് അത് കൈമാറി. ആ കൈമാറിയതിലൂടെ 1300 രൂപ കൂലിപ്പണിയെടുത്തതിൽ നിന്ന്, ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ടതിൽ നിന്ന്, കുടുംബത്തിൽ സമാഹരിച്ചതിൽ നിന്ന് അവർ കുറേ പൈസകൾ സമാഹരിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ 1.5 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. പക്ഷേ അതതിൻ്റെ പരിപാടി തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് ഇനിയും അവർ സഹകരിക്കും എന്ന പ്രതീക്ഷയിലാണ് നാം നിലനിൽക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെയും കബീർ സാഹിബിനോടൊന്നും ഇന്നേ വരെ ഞാൻ സ്ഥാപനത്തിലൊന്നും അവർ ആഗ്രഹിച്ചിങ്ങോട്ട് തരും. ധാരാളം കുട്ടികൾ അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന് എല്ലാവിധ പ്രതിഫലവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആയിലേക്ക് കടക്കണം. ഇൻഷാ അല്ലാഹ് ഒരു പിരിവില്ല. ബക്കട്ടൊന്നുമില്ല, നിങ്ങളവിടെ ഇരിക്കും. നഷ്ടം വന്നാലും ഞാൻ സഹിച്ചു. അവർക്ക് പേടിയാണ്. ഇത്രയും വലിയ സൗകര്യം നഷ്ടം ഒന്നും പ്രശ്നമില്ല. ഈ മുറ്റത്ത് വരിക, നോമ്പുറക്കെ പോവുക. അള്ളാഹു എന്നാണോ വിചാരിച്ചത് അള്ളാഹു നടത്തും. അടുത്ത ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് പണി തുടങ്ങാണ് റമളാന് ശേഷം. 1.5 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. ഒരു കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ് റൂം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ മുഴുവൻ ഓതി തീർത്ത് മാതാപിതാക്കളുടെ കണ്ണുനീര് സന്തോഷത്തോടെ മക്കളെ ഹാഫിളായി കെട്ടിപ്പിടിച്ചിറങ്ങിപ്പോകുമ്പോൾ അകലെ നിന്ന് കാണുന്ന ഞങ്ങളുടെ ഒരു കാഴ്ചയുണ്ട്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃതം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേറെ ഇതിനകത്ത് ജീവിതത്തിൽ ഒന്നും ഒരു പ്രശ്നമായി കണക്കാക്കാറില്ല. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിരുന്ന വലിയ സമാധാനമാണ് അവരെ കാണുമ്പോൾ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മാറും. എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിന് 1300 രൂപയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് അത് ശേഖരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനകത്ത് പങ്കാളികളാവാം. ഒരു ഹാഫിളിന് ഇരിക്കാനുള്ള സ്ഥലത്തിന് 5 സ്ക്വയർ ഫീറ്റ് ആവും. അടുത്തൊരു ബിൽഡിംഗ് തുടങ്ങണം. വളരെ പ്രതീക്ഷയോടെ റമളാൻ 25-ാം രാവ്, നമ്മുടെ മാതാപിതാക്കളുടെ റൂഹുകൾ നമ്മളെ കാത്തിരിക്കുന്ന രാവ്. ഒരു ഹിഫ്ള് വിദ്യാർത്ഥികൾക്ക്, ഹാഫിളീങ്ങൾക്ക് 24 മണിക്കൂറും ഓതാൻ ഇൻഷാ അല്ലാഹ് ഒരു 2 റൂമിൻ്റെ ഒരു സൗകര്യം വേണം. ഒരു റൂമിന് 5,20,000, 2 റൂം 10,40,000 രൂപ. അതാണ് ഒരു ബിൽഡിംഗ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട്, കഴിയുന്ന സഹോദരങ്ങൾ, ഇബ്രാഹിം കബീർ സാഹിബിനോട് എനിക്ക് നേരിട്ട് പറയാം. വാപ്പാടെ പേരിൽ കബീർ സാഹിബിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. നമ്മുടെ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് എത്തിയില്ലേ, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഖബർ സിയാറത്തിട്ട് വരികയാണ്. ആ മകൻ തിരക്കിൻ്റെ ഇടയിൽ ഉമ്മയുടെ ഖബർ മറന്നിട്ടില്ല. വേറെ ഒരു പ്രവാസിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഒരു പിതാവിവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞാണ് അവൻ്റെ ഉമ്മ മരിച്ചു എന്ന് വിളിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു മീറ്റിംഗ് ഉണ്ട്, വരാൻ പറ്റില്ല. ഒരു കോടീശ്വരൻ്റെ കഥ. ഒരു വാപ്പ ഇവിടെ വന്നിട്ട് ഉസ്താദെ അതുകൊണ്ട് എൻ്റെ ഭാര്യ മരിച്ചിട്ട് എൻ്റെ മോൻ മയ്യത്ത് കാണാൻ വന്നില്ല. ഒരു ഹാഫിളിനെ ഞാനിട്ട് 1.5 ലക്ഷം രൂപ വന്നിട്ട് പറഞ്ഞു ആ കുട്ടിയോട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടുന്നു ഖുർആൻ ഓതാൻ പറയണം. അവൾ പ്രസവിച്ച് വളർത്തിയ മക്കൾ തിരക്ക് കാരണം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തിരൂരുള്ളൊരു പിതാവ് വന്നിട്ട് പറഞ്ഞിട്ട് വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി അവരുടെ മെമ്മോറിയലായി ഒരു ബിൽഡിങ്, ഒരു ക്ലാസ് റൂം, 2 ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി ഈ സദസ്സിൽ പറയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുടുംബത്തിൽ 5 പേര് ഇസ്ലാമിലേക്ക് വരാൻ നിൽക്കുന്നു, ഒരാൾ എതിർത്ത് നിൽക്കുന്നു. മാറാൻ വേണ്ടി 25,000 രൂപ. എതിർപ്പ് മാറാൻ അള്ളാഹു പൂർണ്ണ ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഈ
അൽഹംദുലില്ലാ കബീർക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ വകയായി ഒരു ക്ലാസ് റൂം തഖബ്ബലല്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഈ 25-ാം രാവിൽ അള്ളാഹു എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മക്കളെ അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി കൊടുക്കട്ടെ. ഇബ്രാഹിം സാഹിബ് അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മോഹിച്ചിട്ടൊന്നുമല്ല. അത് കബീർ സാഹിബിനോട് ഇബ്രാഹിം നിങ്ങൾ എപ്പോഴേലും കിട്ടിയാൽ ഒന്ന് രഹസ്യമായിട്ട് ചോദിക്കണം, ബാക്കവിക്ക് എന്ത് കൊടുത്തിട്ടുണ്ടെന്ന്. എല്ലാവരും പറയാം എന്തോ കൊടുത്തിട്ടാണല്ല, അതൊരു സ്നേഹബന്ധമാണ്. അദ്ദേഹം ഇബ്രാഹിം കടയും ഭാര്യ റുക്കിയാത്തടയും പേരിൽ 2 ക്ലാസ് റൂം. തഖബ്ബലല്ലാഹ്, കുലു തക്ബീർ, കുലു തക്ബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും അവരെ അങ്ങനെ തന്നെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അതിൻ്റെ എല്ലാ പ്രതിഫലവും അവർക്ക് ഇരുവർക്കും നീ നൽകണേ. അള്ളാഹുവേ പടച്ചവനെ നീ നൽകിയതെല്ലാം അവസാനം വരെ കേടുപാടില്ലാതെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി റബ്ബേ, ആര് മറന്നാലും ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആന്റെ പ്രതിഫലം ആ റൂമിലിരുന്ന ആ കുഞ്ഞുങ്ങൾ നിരന്നോതുമ്പോ റബ്ബേ മരണപ്പെട്ടവർക്കും ജീവിച്ചവർക്കും നീ ആവോളം നൽകണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ ഒരു റൂം നമ്മുടെ ഈ സദസ്സിൽ നിന്ന് കഴിയുന്നവർ ഒരു റൂം ഇതിലേക്ക് വാപ്പാടെ പേരിൽ ഉമ്മാടെ പേരിൽ മരണപ്പെട്ടവരുടെ പേരിൽ വഖഫ് ചെയ്യാൻ കഴിയുന്ന സഹോദരൻ ഇൻഷാ അല്ലാഹ് അതങ്ങനെ ചെയ്തു തരിക. ഞാനൊരു പിരിവിന് വേണ്ടി സമയം കളയില്ല, അത് അവരുടെ സന്മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന, എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മജീദ് സാഹിബ് നേരത്തെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം ഒരു സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളെ അള്ളാഹു എല്ലാവിധ റഹ്മത്തും കാരുണ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കുഞ്ഞിപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫേസ്ബുക്കിൽ എൻ്റെ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു റൂം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് അള്ളാഹു ഓരോരുത്തരെ തീരുമാനിക്കും. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ പ്രതിഫലവും നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥി ഷാമിലിൻ്റെ ഉപ്പ 25,000 രൂപ അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ മകനെ നീ ഹാഫിളാക്കി ആലിമാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ സമയം പരിമിതമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഹാഫിളായ നിദാൻ്റെ ഉപ്പ നാസർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഏതാണ്ട് ഒരു 100 സ്ക്വയർ ഫീറ്റോളം അദ്ദേഹം സമാഹരിച്ചെത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലും കച്ചവടത്തിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിതൊരു മെസ്സേജ് നിങ്ങളോട് കൈമാറി എന്ന് മാത്രം. എല്ലാവരും ഈ പണി റമദാൻ കഴിഞ്ഞ ഉടനെ തുടങ്ങുകയാണ്. 1 സ്ക്വയർ ഫീറ്റായി, 2 സ്ക്വയർ ഫീറ്റായി, ഒരു ഹാഫിളിനെ നിൽക്കാൻ ഒരു 5 സ്ക്വയർ ഫീറ്റ് മതി. നമ്മുടെ വകയായി കഴിയുന്നവരൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫിറോസ് സാഹിബ് 5 സ്ക്വയർ ഫീറ്റ് ഹാഫിളിനെ നിൽക്കാൻ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ മാനസികമായ വളർച്ചയും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ തൃശ്ശൂർ വന്ന സഹോദരൻ അബ്ദുൽ കബീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. നല്ല ഒരു ഉപ്പയായിരുന്നു. ഖബറിലേക്ക് 50,001 രൂപ അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹുവേ. അള്ളാഹുവേ എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. നമ്മുടെ ദുആയിൽ നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇഫ്താറിനുള്ള വിഭവം അവിടെ എത്തിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 5 സ്ക്വയർ ഫീറ്റ് ഖാദർ സാഹിബ് കൂറ്റനാട്. അൽഹംദുലില്ലാ എല്ലാ സദസ്സിലും വരുന്ന ഒരു സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഖൈറും അള്ളാഹു നൽകട്ടെ. നമ്മുടെ ചക്കനാത്ത് ഖാദർ സാഹിബ് 1 ലക്ഷം. കുലു തക്ബീർ. 55-നാണ് ബാങ്ക്, ആരും വിഷമിക്കേണ്ട. കുലു തക്ബീർ. ബാങ്കിന് തൊട്ട് മുമ്പ് ദുആ ചെയ്ത ഇജാബത്ത് കൂടുതലാണ്. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ മകൾ പ്രസവിച്ചോ
അള്ളാഹു സാലിഹായ ഹാഫിളായ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസത്തിൽ നിന്ന് മാറ്റട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ കുറേ സൗകര്യങ്ങൾ സ്വർണ്ണമാല ഈ 25-ാം രാവിലെ പുണ്യമായ രാവിലെ നൽകിയിട്ടുണ്ട്. വേറെ സഹോദരി ഒരു സ്വർണ്ണ ലോക്കറ്റ് ബാവ എന്ന സഹോദരൻ്റെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മകൻ ഹാഫിളാവാൻ അള്ളാഹു അവരുടെ മക്കളെ ഹാഫിളാക്കി. തൗഫീഖിൻ്റെ കൊച്ചാപ്പാക്ക് വേണ്ടി 5000 രൂപ. അതോടൊപ്പം തന്നെ ധാരാളം സഹോദരങ്ങൾ 5 സ്ക്വയർ ഫീറ്റും 6 സ്ക്വയർ ഫീറ്റും തന്നിട്ടുണ്ട്. ദുആയിലേക്ക് കിടക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ നമ്മുടെ മഹബൂബ് പൂക്കൂട്ടൂരാണൊരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അത് വളർന്നു വലുതായി. അതിലൂടെ 1300 കേരളത്തിൻ്റെ 14 ജില്ലകൾ എമിറേറ്റ്സുകളിൽ ഒക്കെ കിട്ടിയതിൽ നിന്ന് അക്കൗണ്ടിലാക്കി ഒക്കെ കുറേ പൈസ അവർ സമാഹരിച്ചിട്ട് അതിൻ്റെ കണക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ പറയും. ആ സാധുക്കൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ അഡ്മിന്മാർ അള്ളാഹു ഈ ബന്ധത്തെ ഒരു സൗഹൃദ ബന്ധമാക്കട്ടെ. വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്തുക്കളോട് ഇത് സ്വർഗം വരെ നിലനിൽക്കൊരു ബന്ധമാകണം. അള്ളാഹു ആ രീതിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മൈമൂന എന്ന സഹോദരി ഹാർട്ട് ബ്ലോക്ക് ശിവയാകാൻ ഇസ്തിഖാമ TV-യിലൂടെ 16,666 രൂപ. 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ഹാഫിളാക്കി കൊടുക്കട്ടെ. എല്ലാവരും അവർ സദക്കകൾ എത്തിക്കുന്നത് ഒരു പിരിവിന് വേണ്ടി വിളിച്ച ഇഫ്താറല്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. 5 സ്ക്വയർ ഫീറ്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ആലുവ നിസാമിൻ്റെ വക. അബൂട്ടി 5 സ്ക്വയർ ഫീറ്റ്. സൗദി 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് ഇവിടെ വച്ചല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ പിന്നീട് സഹായിക്കുക, സഹകരിക്കുക. പെട്ടെന്ന് ദുആയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ഇഫ്താറിന് അവിടെ തന്നെ ഇരുന്ന് ഇഫ്താർ കഴിക്കുക. അതിനുശേഷം ആണുങ്ങൾ പോയി ആ ഭാഗത്ത് മഗ്രിബ് നിസ്കരിക്കുക. സ്ത്രീകൾ ബാക്കി ഭാഗത്ത് അവർക്ക് ഹാളിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. സീറ്റില്ലാത്തവർക്ക് ബൈക്കിൽ ഇൻഷാ അല്ലാഹ് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇഫ്താർ കിടക്കും. ഇഫ്താറിന് എല്ലാവരും സഹകരിക്കണം. അൽഹംദുലില്ലാഹ് അല്ലാഹു മഴയെ മാറ്റി തന്നു. അല്ലമീൻ്റെ ഉപ്പ ഇഹ്സാൻ്റെ ഉപ്പ 10,010 സ്ക്വയർ ഫീറ്റ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 5 സ്ക്വയർ ഫീറ്റ് അബ്ദുൽ ഖാദർ ഒറ്റപ്പാലം അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. എല്ലാവരും ഈ വിഷയം ഒന്ന് കൈമാറുകയും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പറഞ്ഞ് ഒന്ന് സമാഹരിച്ച്. ഞാനൊരു വലിയൊരു പിരിവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാവങ്ങളെല്ലാം കൂടെ കൂടി നമുക്കൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് കഷ്ടപ്പെട്ട അല്ലാഹു നല്ല പ്രതിഫലം നൽകട്ടെ. ഫേമസ് റഫീഖ് സാഹിബിൻ്റെ ഒരു സദക്കത്തിൽ 5 സ്ക്വയർ ഫീറ്റ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകട്ടെ. കുട്ടികളും രക്ഷകർത്താക്കളും നോമ്പ് തുറന്നു കഴിഞ്ഞ് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകരുത്. എല്ലാവരും ഹാളിൽ ഒരുമിച്ച് കൂടണം. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഇഫ്താറിന് വേണ്ടി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. ഈ പന്തൽ സൈറ്റ് വർക്കും ഒക്കെ വെച്ച് തന്ന നമ്മുടെ മുബാറക് സൗദി സൗണ്ട്സിൻ്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട സലാം ഹാജിയും മുസ്തഫ ഷിഹാബ് അടക്കമുള്ള പ്രവർത്തകർ വളരെയേറെ ഇതിനുവേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകട്ടെ. പിന്നെ ഇതിനുവേണ്ടി ഇന്നത്തെ ഇറച്ചി മുഴുവനും നൽകിയ 400 കിലോളം നമ്മുടെ ചങ്ങരംകുളം അഷ്റഫ് സാഹിബാണ്. എല്ലാ വർഷവും അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കട്ടെ. ഇതിനുവേണ്ടി അരി മുഴുവനും നൽകിയത് കണ്ണൂർ കടമേരിയിലുള്ള ബഷീർ സാഹിബാണ്. ഇതിൻ്റെ ഫ്രൂട്ട്സ് മുഴുവനും ഏറ്റത് എറണാകുളത്തുള്ള എൻ്റെ സഹോദരൻ വടുതലയിൽ അഷ്റഫ് സാഹിബാണ്. പച്ചക്കറി മുഴുവനും നമ്മുടെ സെക്രട്ടറി PT അബ്ദുറഹ്മാൻ സാഹിബിൻ്റേതാണ്. ഇതിൻ്റെ പലചരക്ക് സാധനങ്ങളൊക്കെ ഏറ്റ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഇതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ കാറ്ററിങ് മുഴുവനും ഏറ്റെടുത്ത് അന്നും ഇന്നും ഇത്രയേറെ സഹകരിച്ച എൻ്റെ പ്രിയ സഹോദരൻ KPM ഷൗക്കത്ത് KPM കാറ്ററിംഗ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ അവരാണ്. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. പിന്നീട് ഇതിനു വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട മഹബൂബ് സഹോദരൻ്റെ ഉപ്പാടെ ഖബറിടം വിശാലമാക്കട്ടെ. ഇവിടെ എത്തിയ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനുള്ള സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും പൊറുക്കുക. അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ ധാരാളം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഉസ്താദന്മാർ ഖലീൽ ബാക്കവി, ഹാരിസ് കാസിമി അവരുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ എല്ലാ സഹായവും ചെയ്തതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം പേര് എൻ്റെ കയ്യിൽ പൈസ കളത്തിൽ വീരാനാജി ഒരു 40,000 രൂപ, വേറെ കുറേ പേര് 6,666 സ്വർണ്ണാഭരണമൊക്കെ നൽകിയിട്ടുണ്ട്. അള്ളാഹുർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കോളേജിൻ്റെ വലിയ ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ നസ്റു. 14-ാം തീയതി കല്യാണമാണ്. എല്ലാവരും ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും
അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. 6000 2000 ഒക്കെ ധാരാളം പേര് നൽകിയിട്ടുണ്ട്. പേര് വായിക്കാനുള്ള സമയമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയും. അൽഹംദുലില്ലാഹ്. മുബശ്ശിർ ജവാദിൻ്റെ ഉപ്പ 15 സ്ക്വയർ ഫീറ്റ്, എൻ്റെ സുഹൃത്ത് ഹുസൈൻ ഹാജി തൂത 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഈ മക്കളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും 15 മിനിറ്റ് കൂടിയുണ്ട്. എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് നോമ്പ് തുറക്കുക. ഒതു എടുക്കാനുള്ള സൗകര്യം ആ ഭാഗത്തുണ്ട്. അല്ലാത്തൊരു ഒതു എടുത്ത് കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് മഗ്‌രിബ് നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞു വന്ന് ഇവിടെ ടേബിൾ നിരത്തുമ്പോൾ എല്ലാവരും സഹകരിച്ച് ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും ഒരേപോലെ വിശപ്പുള്ള സമയമാണ് ഈ സമയം. ആർക്കും വിശപ്പിൻ്റെ കാര്യത്തിൽ പുറകിലല്ല. ഈ അടുത്ത സമയത്ത് വിശപ്പ് കൂടിയപ്പോൾ ആൾ കൂടി ഇഫ്താറിന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നാൽ തിരക്ക് കൂടുകയാണെങ്കിൽ എന്നാൽ പിന്നെ 6 മണിക്കൊരു ട്രിപ്പ് വിളമ്പാണ്. ഇതെല്ലാവരും ഒരേ വിശപ്പാണ്. എല്ലാവരും ഈ പരിമിതമായ സഹായത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വരുമ്പോൾ നമ്മുടെ റോഡൊക്കെ നന്നാവും. പിന്നെ ഏറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, പള്ളിയുടെ പണി നിർമ്മിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും അവർ 2 പേരും കൂടി ഒരിക്കൽ കോളേജിൽ വരികയും അവർ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിൽ പെട്ടെന്നുണ്ടായൊരു ആഗ്രഹമാണ് ഒരു പള്ളി വെച്ച് തരാൻ. ഏതാണ്ട് 10-75 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ആ പള്ളി അവർ 2 പേരും, പേര് പറയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല, ഉസ്താദും ഞാനും അല്ലാതെ വേറെ ആളും അറിയരുത്, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അവരെ ഇവിടെ എത്തിച്ച അതിന് കാരണക്കാരായവർക്കും അള്ളാഹു ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ധാരാളം സഹോദരികളും സഹോദരന്മാരും 15 സ്ക്വയർ ഫീറ്റ് 1 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിട്ട് ദുആ ചെയ്യാൻ നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോ കുട്ടികളെ ഇവിടെ ഏറ്റെടുത്തവരുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ സഹകരണം ഈ ഒരു മെസ്സേജ് കൈമാറി 1 സ്ക്വയർ ഫീറ്റ് 2 സ്ക്വയർ ഫീറ്റായി സ്ഥാപനത്തിലെത്തുക. ഇനി 13-ാം തീയതിയാണ് കോളേജ് തുറക്കുക. അന്ന് മുതൽ ഇവിടെ എത്തി അത് നിങ്ങൾ കൈമാറി നിങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോൾ ഖുർആൻ ഓതാൻ കുറച്ച് സ്ഥലം നിങ്ങൾ ശരിയാക്കി വെക്കുക. അള്ളാഹു ആ രീതിയിൽ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആമീൻ പറയും. ഒരാളെയും വിട്ടുപോയിട്ടില്ല. എല്ലാവരും കാര്യമായി ആമീൻ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഇവിടെ തന്നെ ഇരുന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറക്കുക. അൽഹംദുലില്ലാഹ്. ബാങ്ക് എത്ര മണിക്ക്? 54. സ്ത്രീകളുടെ നിസ്കാരം കോളേജിൻ്റെ ഹാളിലാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുക. നോമ്പ് തുറക്കാൻ ഒരു കസേര കൊണ്ട് തിരിച്ചിട്ടാൽ മതി. ടേബിളിൽ ഭക്ഷണം ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾ തന്നെ നേരെ തിരിച്ചിട്ട് ഇരുന്നാൽ അൽഹംദുലില്ലാഹ് കറക്റ്റാവും. എല്ലാവരും ആ രീതിയിൽ സഹകരിക്കും. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവുകൾക്ക് സാധ്യതയുള്ള രാവാണല്ലാ. ഞങ്ങൾ നീ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മുമ്പിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ സദാസമയവും നിന്റെ ഖുർആൻ ഓതുന്ന പിഞ്ചു മക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ ദുആ. റബ്ബേ, ഇന്ന് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണല്ലോ. റബ്ബേ, ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, നൽകണേ തമ്പുരാനെ, നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്തെങ്കിലും പാപങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളെ നിന്റെ സ്വർഗാവകാശികളാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, നീ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നൽകിയ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കാൻ ഞങ്ങളൊരു കാരണമാകുന്നു റബ്ബേ. നീ ഇതിനെ കബൂലാക്കണേ അല്ലാ, നീ ഇത് കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഈ കാല് ചവിട്ടി നിൽക്കുന്നൊരു മണ്ണ് ഒരു വലിയ ആഗ്രഹത്തോടെ ഈ നാട്ടിലെ കുറേ സഹോദരങ്ങൾ PT സാഹിബിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ്. അതിൽ ഈ നാട്ടിലെ ധാരാളം സഹോദരങ്ങളുണ്ട്. അവസാനം അത് നിൻ്റെ ഒരു കലാവ് പോലെ ഈ വിനീതൻ്റെ കൈകളിലെത്തി. ഈ സാധുക്കളുടെ കൂടെ ഈ സാധുവും കൂടിയപ്പോൾ റബ്ബേ, നിൻ്റെ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങൾ ഇവിടെ നിന്ന് പൊട്ടി വിരിയാൻ തുടങ്ങി. ഞങ്ങൾക്ക് നീ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ആ ഹാഫിളീങ്ങളെ സ്നേഹിക്കാൻ വാട്സപ്പിലൂടെ പറഞ്ഞപ്പോൾ കിട്ടിയ
കൂലിപ്പണിക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ. സമ്പന്നന്മാരും 1, 2, 3 പേരാണ്. റബ്ബെ, അധ്വാനിച്ച് ജീവിക്കുന്ന സാധുക്കൾ അവർ കിട്ടിയതിൽ നിന്ന് 1300 കയ്യിൽ പിടിച്ചിട്ട് നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തി. എത്താൻ കഴിയാത്തവരൊക്കെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തും ഫോൺ വിളിച്ചിട്ടൊക്കെ ഉസ്താദേ ഞങ്ങളെ മറക്കരുത്. 12,000-ഓളം വരുന്ന സാധുക്കളുടെ ഒരു കൂട്ടായ്മയാണിത്. റബ്ബേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഖുർആൻ്റെ കാര്യം പറഞ്ഞാൽ, ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ കൊടുക്കും. ഒന്ന് ഖിദ്മത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. റബ്ബേ, 6666 പിടിച്ചിട്ട് പാഞ്ഞു വരും ഇവിടെ. ഞങ്ങളുടെ ഉപ്പ വീണുപോയി. ഉസ്താദ് വന്ന് ദുആ ചെയ്തിട്ട് ഞങ്ങളുടെ ഉപ്പ ഇന്നലെ പള്ളിയിൽ പോയി. ഉസ്താദേ, ഞങ്ങളുടെ ഉപ്പ സ്ട്രോക്ക് വന്ന് വീണിട്ട് 6666 എന്നൊരു കുഞ്ഞിനെ ഹാഫിളാവാൻ ഏറ്റെടുത്ത് അവരെന്നോട് പറഞ്ഞ് ഞങ്ങളുടെ ഉപ്പക്കൊന്ന് നിവർന്ന് നിന്ന് പള്ളിയിൽ പോകണം. കടമേരിയിൽ പോയപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് ദുആ ചെയ്തു. ഇന്നലെ ഞാൻ വന്നിട്ട് വിളിക്കുമ്പോൾ ഉപ്പമിനിങ്ങാന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഉസ്താദ്, അല്ലാഹുവേ, തളർന്നു വീണിട്ട് നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റാത്തവർ പോലും ഈ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സാധുക്കളെ നീ കാത്തോളണേ അല്ലാ. ഈ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെയും എത്തിയ മുഴുവൻ സഹോദരങ്ങളും അല്ലാഹുവേ പേരെടുത്ത് പറയാനില്ല. നീ ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളറിയാൻ മാറ്റണേ അല്ലാ. പ്രയാസങ്ങളറിയാൻ മാറ്റണേ അല്ലാ. കിടന്നാൽ ഉറക്കം വരാത്ത കടങ്ങളും ദുഃഖങ്ങളും വീടിൻ്റെ അകത്തും പുറത്തും വേട്ടയാടുന്നവരുണ്ട് അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ. ഈ സാധുക്കളെ കൈവിടല്ലേ അല്ലാ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇതിന് ഓരോ സ്ക്വയർ ഫീറ്റ് മുതൽ 100 വരെ തന്നവരുണ്ട്. പടച്ചവനെ, ചരിത്രത്തിൽ ആദ്യമായൊരു വാട്സപ്പ് ബിൽഡിങ് ഹിഫ്ളുൽ ഖുർആന് വേണ്ടി ഉയരുകയാണ്. അതിൽ പങ്കെടുത്തവരെ നീ കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഇന്നിവിടെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഓരോ റൂമുകളേറ്റ സഹോദരങ്ങളുണ്ട്, 5 പേര്. റബ്ബേ, നീ അതിന് പകരം സ്വർഗത്തിൽ മലായിക്കത്തുകളുടെ ഖുർആൻ പാരായണം കേൾപ്പിക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നൽകണേ റബ്ബേ. അവരെ മരണപ്പെട്ടു പോയ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഉപ്പാൻ്റെ കബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ സദക്ക ചെയ്ത ഓരോരുത്തരെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, അവസാനം മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ പോലെയുള്ള രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഇന്നൊരു സഹോദരൻ വന്നിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ട്. ഉസ്താദേ, ഭാര്യയ്ക്ക് ക്യാൻസറാണ്. അവളുടെ ചെവിയിലൂടെ ചലം പൊട്ടി ഒഴുകുകയാണ്. അവളെന്നോട് പറഞ്ഞു, ഉസ്താദിൻ്റെ അടുക്കൽ പറയണം ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു വിട്ടു. ഉസ്താദ്, എൻ്റെ ഭാര്യ എനിക്ക് ജീവനോടെ കിട്ടണം. നിങ്ങൾ ഈ സദസ്സിൽ ദുആ ചെയ്യണമെന്ന് തലയിൽ പഴുപ്പ് വന്നിട്ട് ചെവിയിലൂടെ ഒലിച്ചു പോകുന്നൊരു ഭാര്യയ്ക്ക് വേണ്ടി കറഞ്ഞ ആളുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമാണ്. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുക അവരെ നീ വിട പറയിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ താങ്ങും തണലുമില്ലാത്തവരാക്കല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, അവസാനം വരെ മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഈ ഖുർആനോടുള്ള സ്നേഹം അതിന് കാരണമാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാർ സാധുക്കളാണ്. നാടിൻ്റെ നാനാഭാഗത്ത് നിന്നെത്തിയവരാണ്. നീ കബൂലാക്കണേ റബ്ബേ. ഇവിടുത്തെ സഹോദരിമാരെ വരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, നല്ലവരാക്കണേ അല്ലാ. വഴിതെറ്റിപ്പോകുന്ന മക്കളെ ഓർത്ത് പറഞ്ഞവരുണ്ട്. റബ്ബേ, മക്കളെ വഴിതെറ്റിപ്പിക്കല്ലേ അല്ലാ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കഞ്ചാവിന് വേണ്ടി പൊരുതും. റബ്ബേ, ഞങ്ങളുടെ മക്കൾ വളരുന്നത് പല സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ മക്കളെ കാത്തോളണേ അല്ലാ, കാത്തോളണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാഹുവേ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് വേണ്ടി സദക്ക ചെയ്തവരുണ്ടവരുടെ രോഗങ്ങൾ ശിഫയാക്കി നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉമ്മക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഉപ്പമാർ നീ അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാർ, ഓരോരുത്തരെയും ഭാര്യമാർ പലവിധ രോഗങ്ങളിലായി വരാൻ പറ്റാത്തവരാണ്. നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ആ പാവങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിലെന്നും കൂട്ടും തണലുമായി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ അവൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഇവിടെ മുഴുവൻ ആളുകളുടെയും ഭാര്യമാർ വിലപ്പെട്ടവരാണ്. നീ അവരെ നിലനിർത്തിത്ത അല്ലാഹുവേ. ഞങ്ങളുടെ പൊന്നുമക്കളെ വഴിതെറ്റാതെ ഹാഫിളീങ്ങളാക്കി താവൂ. കുഞ്ഞുങ്ങൾ ഹാഫിളാകുമ്പോൾ ഉമ്മമാരും വാപ്പയും പൊട്ടിക്കരയുമ്പോൾ
റബ്ബേ നാളെ ഞങ്ങളുടെ മക്കൾ ഹാഫിളാവുന്നത് കേട്ട് സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീര് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ അതുവഴി മരിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഖബറിൽ അടക്കുമ്പോൾ ഖബറിൽ വെളിച്ചം നൽകുന്ന മക്കളാക്കണേ റബ്ബേ. പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ദുആ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഈ മക്കൾ എൻ്റെ പൊന്നുമക്കളുമുണ്ട് റബ്ബേ. ഹാഫിളീങ്ങളാക്കി ആലിമീങ്ങളാക്കി തരണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, ജീവിതത്തിലെ മാനസിക പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിൽ എത്ര കഷ്ടപ്പെടുത്താലും ആഖിറത്തെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹുവേ. അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദനിക്കുമ്പോൾ ഞങ്ങൾ ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇന്നിവിടെ ഭക്ഷണത്തിന് വേണ്ടി ഇറച്ചിയും ഭക്ഷണ സാധനങ്ങളും ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ തന്നവരുണ്ട്. അതിന് പകരം സ്വർഗത്തിൻ്റെ ഭക്ഷണം നൽകണേ അല്ലാ. അത് പാചകം ചെയ്ത് ദിവസങ്ങളോളം സ്വന്തം വീട്ടിലെ കല്യാണം പോലെ ഇവിടെ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ പന്തല് സൗകര്യവുമായി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, പടച്ചവനെ നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുക റബ്ബേ. ഇസ്തിഖാമ ലൈവ് TV ചെയ്തവർ, ക്യാമറയുടെ വർക്ക് നിർവഹിച്ചവർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡ്രൈവർമാർ, സുഹൃത്തുക്കൾ, ഇതേവരെ സഹായിച്ചവർ, സഹകരിച്ചവർ, സമയമില്ലല്ലോ അല്ലാഹുവേ. ഗൾഫിൽ 20 ദിവസം നിൽക്കുമ്പോൾ ദുആയിൽ മറക്കരുതെന്ന് പറഞ്ഞ ആളുകൾ, റബ്ബേ ഇവിടെ വിശിഷ്ടാതിഥികളായി എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹസ്രത്ത് അവറുകൾ, പൊന്നുമോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. ആ ഇൽമിൻ്റെ സിൽസില നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ ഉസ്താദന്മാർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അവരാണ്. അവർ സാധുക്കൾ സ്വന്തം മക്കളെ ആഴ്ചയിൽ 1 ദിവസം കണ്ട് 6 ദിവസം ഈ മക്കൾക്ക് വേണ്ടി പാവപ്പെട്ടവരാണ്. നീ അവരെ കയ്യേക്കണേ അല്ലാ. നീ അവരെ കയ്യേക്കണേ അല്ലാ. ഈ സ്ഥാപനം അവരുടേതാണ്. സ്വന്തം മക്കളെ ആഴ്ചയിൽ 1 ദിവസം പോയി കണ്ട് ഈ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവർ, നീ അവരെ ഹൈറാക്കണേ അല്ലാ. കല്യാണം കഴിക്കുന്നവരുണ്ട്, നീ ഹൈറാക്കി നടത്തി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഇവിടെ വിളിച്ചെത്തിയപ്പോൾ പ്രിയപ്പെട്ട ഇബ്രാഹിമാജിയും കുടുംബവും എല്ലാത്തിലും സഹകരിക്കും. നീ അവരെ ഹൈറിലാക്കണേ അല്ലാ. കബീർ സാഹിബും ഖാദർ സാഹിബ് അടക്കമുള്ള മുഴുവൻ ആളുകളും, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഫൈസി ഉസ്താദ് അവറുകൾ, അൻവരി ഉസ്താദ് അവറുകൾ, അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെടുന്ന സെക്രട്ടറി PT സാഹിബ്, കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവരെയും നീ ഹൈറിലാക്കണേ അല്ലാ. റബ്ബേ, ഒന്ന് മാത്രം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഹകരിച്ചവർ, ഇവിടെ എത്തിച്ചവർ, ഞങ്ങളിനി കൈ പിൻവലിക്കുക, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇന്ന് ഈ ദുആ സദസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഏത് ദുഃഖവുമായി വന്നോ അതിനൊരു ശമനം കിട്ടി തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളോട് ദുആ മരിച്ചു പോയവർ, ഞങ്ങളുടെ ഉസ്താദന്മാർ, എൻ്റെ ഉസ്താദ് ഖബറിലാണ്, ഖബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഭാര്യ പിതാവ് ഖബറിലാണ്, നീ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹുവേ. എൻ്റെ ഉമ്മയുടെ വാപ്പയും ഉമ്മയും ഖബറിലാണ്, ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മാതാവിന് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഇതിനുവേണ്ടി ആരൊക്കെ സഹായിച്ചു സഹകരിച്ചു ഇവിടെ എത്തിച്ചേർന്നു അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ റഹ്മ ആബാഅനാ വ ഉമ്മഹാത്തിനാ കമാ റബ്ബഗുനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറന്ന് നിസ്കാരത്തിന് വേണ്ടി പോകുന്നവർ അവിടെ പോയി നിസ്കരിക്കുക. ആ നിസ്കാരം നടക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന് സമയം തികയാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഭക്ഷണം കൊടുക്കാം. എല്ലാവരും ഇതുമായി സഹകരിക്കണം. അൽഹംദുലില്ലാഹ് മഴ അള്ളാഹു മാറ്റി തന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവരും, ഞാനിവിടെ തന്നത് വാങ്ങിച്ചു എന്നല്ലാതെ നിങ്ങൾ ഈ മെസ്സേജ് പാസ് ചെയ്യുകയും എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തിയിലാക്കട്ടെ. ഈ എല്ലാവിധ ഖൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി, എല്ലാ 25-ാം രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ ഉണ്ടാവും. ഇനി ആരെയും ക്ഷണിക്കേണ്ട, നിങ്ങളത് ഓർത്ത് വെക്കുക. അടുത്ത പ്രാവശ്യം പകല് നമ്മൾ കുറച്ചുകൂടി സമയമെടുത്ത് വേറൊരു പരിപാടി കൂടി നിർത്തും. എല്ലാ 25-ാം രാവിലും ഇവിടെ ഖത്മുൽ ഖുർആൻ്റെ ദുആ ഉണ്ടാവും. എല്ലാ വർഷവും നിങ്ങൾ എത്തുക. അള്ളാഹു സ്വീകരിക്കട്ടെ.